EISL GCK നടത്തുന്ന മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷൻ EISL IPR സെല്ലുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത്. ആൻഡ് ദ ടോപ്പിക് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മോട് സംസാരിക്കാനായിട്ട് നമുക്ക് ഗസ്റ്റായി കിട്ടിയിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൽ ടെക്നിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്ന സെഫീഖ് സാറിനെയാണ്. സോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സെഫീഖ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാനായി നമ്മുടെ കോളേജ് IPR സെൽ കോർഡിനേറ്ററായ സജീവ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. പറഞ്ഞതുപോലെ EI സെല്ലും IPR സെല്ലും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തേത്. IPR എന്ന് പറഞ്ഞാൽ പലർക്കും അത്ര പരിചയം ഉണ്ടാവുന്ന വേർഡായിരിക്കില്ല, എങ്കിലും പേറ്റന്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആൾ ക്യാച്ച് ചെയ്യും. അപ്പോൾ IPR എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അവകാശം തരികയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റിന് ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് ഏജൻസികളാണെങ്കിലും ഒരു അവകാശം തരികയാണ്. അപ്പം വേറൊരാൾ നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം, അതിനനുസരിച്ചുള്ള എക്കണോമിക്കൽ ഇൻസെന്റീവ്സ് നമുക്ക് തരണം. ഇതൊരു ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ ഈ ഇൻവെൻഷൻസിനാണ്. ഓക്കെ, ഈ ഇൻവെൻഷൻ ഉണ്ടാണെങ്കിലല്ലേ പേറ്റന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇൻവെൻഷൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതുവഴി നമ്മുടെ ടെക്നിക്കൽ പ്രോഗ്രസ്, രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മളൊരു ടെക്നിക്കൽ കോമ്പീറ്റന്റ് വേൾഡിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ പല കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പാറ്റന്റ് ഇപ്പം വളരെ നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാറ്റന്റ് എന്ന് പറയുമ്പോൾ വലിയ ഒരു ഇത് വേണമെങ്കിൽ ഐഡിയ ആവാം, അല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം. പാറ്റന്റ് തന്നെ നമുക്ക് ടാഞ്ചിബിൾ ആവാം, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആവാം. സോഫ്റ്റ്വെയർ രംഗത്ത് പലതരത്തിലുള്ള, ഇപ്പം കൂടുതലും സോഫ്റ്റ്വെയർ രംഗത്താണ് കൂടുതൽ ഇത്തരം പാറ്റന്റുകൾ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നു പോകുന്നത്. അല്ലാത്തതുകൊണ്ട് ഇപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് എന്താ പറയാ പാറ്റന്റ്സ് ഉണ്ട്, കാറ്റഗറീസ് ഓഫ് കോപ്പി റൈറ്റ്സ് ഉണ്ട്, ട്രേഡ് സീക്രട്സ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്. ഒക്കെ നമ്മുടെ സ്പീക്കർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എനിവേ, അതിനകത്തൊന്നും ഞാൻ പോകുന്നില്ല. ഇതെന്ത് തന്നെയായാലും നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതി, സാങ്കേതിക പുരോഗതിക്ക് വേണ്ടി അത്തരത്തിലുള്ള ഇൻവെൻഷൻസ്, നമ്മളെ ഇൻവെൻഷൻസ് എന്ന് പറയുമ്പോൾ അത് വെറും ടെക്നിക്കൽ ആകണമെന്ന് നിർബന്ധമില്ല. അതൊരു ആർട്ടിസ്റ്റിക് വർക്ക് ആവാം, അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള ഇതാവാം. ഇത് എന്ത് തന്നെയാണെങ്കിലും അതിന് നമുക്കൊരു തരുന്ന ഒരു റൈറ്റ് ആണത്. ഓക്കെ, അതുകൊണ്ട് വേറൊരാൾക്കത് വേറൊരാളത് കോപ്പി ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ കേരളത്തില് എല്ലാ സ്റ്റേറ്റിന്റെ കീഴിൽ ഒരു പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ, PIC എന്ന് പറയുന്നിട്ട് KCSTയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇൻഫർമേഷൻ സെന്ററിന്റെ ടെക്നിക്കൽ ഓഫീസറാണ് ഇന്നത്തെ നമ്മുടെ സ്പീക്കർ. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ടെക്നിക്കൽ സെല്ലിന്റെ ഓഫീസറാണ്. ഞാനും സാറുമായിട്ട്, ഷെഫീഖ് സാറുമായിട്ട് ഒരു 1.5 വർഷത്തെ അസോസിയേഷൻ ഉണ്ട് ഈ IPR ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ. നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ കോളേജിന് അത്തരത്തിലുള്ള ഒരു പേറ്റന്റ് ഒന്നും എടുത്ത് പറയത്തക്ക, അല്ലെങ്കിൽ ഒരു ഫയൽ ചെയ്ത പേറ്റന്റ് പോലും ഇല്ല. എങ്കിലും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അടുത്തും ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. റീസെന്റ് നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സാറിന്, പ്രദീപ് സാർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പേറ്റന്റ് കിട്ടി. ഇൻ ദ സെൻസ് നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും അദ്ദേഹം PhD ചെയ്യുമ്പോൾ മദ്രാസ് IITയിൽ നിന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പേറ്റാണ്. എങ്കിൽ പോലും നമ്മുടെ കോളേജിലെ ഒരു വ്യക്തിക്ക് പേറ്റന്റ് കിട്ടി എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക്, ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട ഷെഫീഖ് സാറിനെ ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ്, ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും പിന്നെ കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണമുണ്ടാകുന്ന കാര്യമാണ് ഇത്. ഒരു കലാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ക്രിയേഷനും ഇൻവെൻഷൻസ് ഒക്കെ.
ഇത്രത്തോളം നമ്മുടെ മൈൻഡിന് ക്രിയേറ്റിവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി ഇൻവെൻഷൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏജിലൊന്നല്ല, പക്ഷെ കൂടുതൽ ഫ്രഷ് മൈൻഡിലാണ് ഉണ്ടാവുന്നതെന്ന് അർത്ഥം. അതുകൊണ്ടാണ് കലാലയങ്ങളിലും സ്കൂളിലൊക്കെ ഇത് കൂടുതൽ, മീൻസ് പ്രത്യേകിച്ച് കോളേജുകളിലും സ്കൂളിലൊക്കെ അതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രൊഡക്ട്സുകൾ, നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ ഐഡിയേഷൻ ഒക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അതുവഴി നമ്മൾ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ ഷഫീഖ് സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു വെബിനാർ നടത്താനായിട്ട് തീരുമാനിച്ച സജീവ് സാറിനെ അഭിനന്ദിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPR എന്നുള്ളതാണ്. അത് സാർ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. പക്ഷേ സാറ് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വലിയൊരു ഐഡിയ കാണില്ല എന്നും, ഒരു ബേസിക് ലെവലിലുള്ള ഒരു അവയർനെസ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നും അതിന്റെ ഡിഫറെന്റ് ഫോംസ് ഓഫ് IPR എന്താണെന്നും ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് അവയർനെസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രസന്റേഷനിലേക്ക് പോകാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ടേം ആണ് പ്രോപ്പർട്ടി, അല്ലേ? പ്രോപ്പർട്ടി, എസ്പെഷ്യലി ദ ടാഞ്ചിബിൾ പ്രോപ്പർട്ടി ഓർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി. നമ്മളുടെ വെഹിക്കിൾസ് ആകാം, നമ്മളുടെ ഫർണിച്ചേഴ്സ് ആകാം, നമ്മളുടെ വീട്, നമ്മളുടെ വസ്തു, അതുപോലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ എങ്ങനെ ലീഗലി പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നിയമപരമായി നമുക്കതിനെ പ്രൊട്ടക്ട് ചെയ്യാം, അതിന്റെ റൂൾസും റെഗുലേഷൻസും എല്ലാം നമുക്കറിയാം. അതുപോലെ നമുക്കൊരു വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതും നമുക്ക് അറിയാം. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസിനെല്ലാം ടാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. അത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, നമുക്കത് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതായത് വെഹിക്കിൾ, ഫർണിച്ചർ, അതുപോലുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട്, ലൈക്ക് നമ്മളുടെ ഹൗസ് അല്ലെങ്കിൽ ലാൻഡ്, ഇതെല്ലാം ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. സോ ഈ തരം ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു ധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതും നമുക്കറിയാം. ഇതുപോലെ മറ്റൊരു തരം പ്രോപ്പർട്ടിയാണ് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി. അത്തരം പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ തന്നെ ദ പ്രോപ്പർട്ടി ക്രിയേറ്റഡ് ബൈ ദ ഇന്റലക്ട് ഓഫ് ഹ്യൂമൻ മൈൻഡ്, അതായത് ഹ്യൂമൻ ഇന്റലക്റ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യ ബുദ്ധിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രോപ്പർട്ടി അഥവാ സ്വത്തിനെയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് ഇന്റലക്ച്വൽ. സോ എനിത്തിങ് വിച്ച് കംസ് ഔട്ട് ഫ്രം ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് കോൾഡ് ആൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അത് ഇൻവെൻഷൻസ് ആകാം, അത് ക്രിയേറ്റീവ് വർക്ക്സ് ആകാം, ഡിസൈനുകളാകാം, സിംബലുകളാകാം, എന്തുമാകാം. So any intellectual creativity which comes out from the human intellect is known as an intellectual property. ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ആയിരിക്കും, അതായത് നമ്മളുടെ ബുദ്ധിയിൽ നിന്നും വരുന്നതാണ്. സോ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ആണ്. അപ്പോൾ എനിക്ക് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അതായത് എനിക്കൊരു ഇൻവെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ലീഗലായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എനിക്ക് ലീഗലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൈറ്റ്സിനെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ IPR എന്ന് പറയുന്നത്. അപ്പം IPR എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഇൻവെൻഷൻ നടത്തി കഴിഞ്ഞാൽ എൻ്റെ ഇൻവെൻഷൻ മറ്റാരും കോപ്പി ചെയ്യാതിരിക്കാൻ, മറ്റാരും അത് സ്റ്റീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് ലഭിക്കുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെയാണ് IPR എന്ന് പറയുന്നത്. അതായത്
IPR ശരിക്കും ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് ടു ദ ഓണർ ഓഫ് ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫോർ ഇറ്റ്സ് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കായിരിക്കും ആ പ്രോപ്പർട്ടിയിലുള്ള പൂർണ്ണമായ അവകാശവും. എന്റെ പെർമിഷൻ ഇല്ലാതെ മറ്റാരും ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നും പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് 7 തരം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ഉള്ളത്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി, ഞാൻ പറഞ്ഞല്ലോ അത് ഏത് രീതിയിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ആകാം. അപ്പൊ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി നമുക്ക് 7 തരം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. ഇതിൽ പല ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പേറ്റൻസ്, ദെൻ കോപ്പി റൈറ്റ്സ് ഉണ്ട്, ട്രേഡ് മാർക്സ് ഓർ സർവീസ് മാർക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ലേഔട്ട് ഡിസൈൻ ഓഫ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ദെൻ ട്രേഡ് സീക്രട്ട്. അപ്പം 7 തരം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ഓരോന്നും എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് പേറ്റന്റ് നോക്കാം. സോ പേറ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അല്ലെ, നിങ്ങളെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേമാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഒരുപാട് എടുത്ത് കേട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും അറിയാൻ സാധ്യതയില്ല. പക്ഷെ പേറ്റന്റ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ്. സോ എന്താണ് പേറ്റന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? പേറ്റന്റ് പ്രൊട്ടക്ട്സ് ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ. അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ലഭിക്കുന്ന ലീഗൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇൻവെൻഷൻസ് ആണ്, കണ്ടുപിടുത്തങ്ങളായിരിക്കണം. ഇപ്പൊ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു പുതിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിരിക്കണം. 2 തരം ഇൻവെൻഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ അതൊരു പ്രോഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു പ്രോസസ് ആയിരിക്കണം. അപ്പം ഇൻവെൻഷൻസിന് ലഭിക്കുന്ന ലീഗൽ പ്രൊട്ടക്ഷനെയാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പേറ്റന്റ് എന്താണ് നമുക്ക് തരുന്നത്? ഞാനിപ്പോ ഒരു ഇൻവെൻഷൻ നടത്തി കഴിഞ്ഞാൽ, ഞാൻ അതിന് പേറ്റന്റ് ഫയൽ ചെയ്ത് പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കായിരിക്കും എക്സ്ക്ലൂസീവ് റൈറ്റ് എൻ്റെ ഇൻവെൻഷൻ മാനുഫാക്ചർ ചെയ്യാനും സെല്ല് ചെയ്യാനും യൂസ് ചെയ്യാനുമായിട്ടുള്ള എല്ലാ റൈറ്റ്സും എനിക്ക് മാത്രമായിരിക്കും. എൻ്റെ പെർമിഷൻ ഇല്ലാതെ മറ്റാർക്കും ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു റൈറ്റ് ആണ് പേറ്റന്റ് നമുക്ക് തരുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് വിച്ച് ഈസ് ബീൻ ഗ്രാൻഡഡ് ബൈ ദ ഗവൺമെന്റ്. അത് ഇപ്പം നമ്മൾ ഇന്ത്യയിലാണ് ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആയിരിക്കും നമുക്ക് പേറ്റന്റ് തരുന്നത്. അപ്പം നമുക്കത് നമ്മളുടെ ഇൻവെൻഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും നമുക്ക് തന്നെ ആയിരിക്കും. ഫുൾ റൈറ്റ്സ് നമുക്ക് തന്നെ ആയിരിക്കും. നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റാർക്കും അത് യൂസ് ചെയ്യാനോ സെല്ല് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഉള്ള ഒരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ എനിക്കൊരു ഇൻവെൻഷൻ ഉണ്ട്, ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേറ്റന്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഹാവ് ടു ഡിസ്ക്ലോസ് മൈ ഇൻവെൻഷൻ ടു ദ ഗവൺമെന്റ്. നമ്മളത് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യണം, ഫുൾ ഡീറ്റെയിൽസും ഗവൺമെന്റിന് കൊടുക്കണം. അതിന് പകരമായിട്ടാണ് ഗവൺമെന്റ് നമുക്ക് ഒരു പേറ്റന്റ് റൈറ്റ് തരുന്നത്. ഇപ്പം എനിക്കൊരു ഇൻവെൻഷൻ ഉണ്ട്, പക്ഷെ എനിക്കത് ഗവൺമെന്റിന് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഐ ആം നോട്ട് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ എനിക്കതിന് പേറ്റന്റ് കിട്ടില്ല. ഓക്കെ, അപ്പൊ എൻ്റെ ഇൻവെൻഷൻ ഞാൻ ഗവൺമെന്റിന് സമർപ്പിച്ചാൽ മാത്രമേ എനിക്ക് അതിന് പകരമായിട്ട് പേറ്റന്റ് കിട്ടുകയുള്ളൂ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് പേറ്റന്റ് റൈറ്റ്സ് ആർ ഓൾവേസ് ടെറിട്ടോറിയൽ ഇൻ നേച്ചർ. അതായത് ഞാനിപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തി ഞാനത് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ് എനിക്ക് പേറ്റന്റ് തരികയാണെന്നുണ്ടെങ്കിൽ ആ പേറ്റന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിലായിരിക്കും. അതായത് ഇന്ത്യയിൽ മറ്റാരും ഇത് കോപ്പി ചെയ്യാനും യൂസ് ചെയ്യാനും പാടില്ല എൻ്റെ പെർമിഷൻ ഇല്ലാതെ. അങ്ങനത്തെ ഒരു റൈറ്റ് ആണ് ടെറിട്ടോറിയൽ റൈറ്റ് എന്ന് പറയും. അപ്പൊ ഇന്ത്യയിൽ മറ്റാരും ഇത് ചെയ്യാൻ പാടില്ല. പക്ഷേ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അമേരിക്കയിലോ ആരെങ്കിലും ഈ ഒരു ഇൻവെൻഷൻ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? എൻ്റെ പേറ്റന്റിന്റെ വാലിഡിറ്റി ഇന്ത്യക്കുള്ളിൽ മാത്രമാണ്. എനിക്ക് മറ്റ് കൺട്രീസിലും ഇതുപോലെ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതാത് കൺട്രീസിൽ സെപ്പറേറ്റ് ആയിട്ട് പേറ്റന്റ് ഫയൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് പേറ്റന്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി പേറ്റന്റ് റൈറ്റ്സ് എല്ലാം ടെറിട്ടോറിയൽ ആണ്. ഓരോ രാജ്യങ്ങളും നൽകുന്ന പേറ്റന്റ് അതാത് രാജ്യങ്ങളിൽ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കും. അതിന്റെ കാരണം തന്നെ ഓരോ രാജ്യത്തിന്റെ പേറ്റന്റ് നിയമങ്ങൾ വ്യത്യസ്തമാണ്. ചില കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യയിൽ പേറ്റന്റബിൾ ആയിരിക്കും, മറ്റു രാജ്യങ്ങളിൽ പേറ്റന്റബിൾ അല്ലായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ അതാത് രാജ്യങ്ങളായിരിക്കും അവിടെയുള്ള പേറ്റന്റ് നൽകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു പേറ്റന്റ് നമുക്കൊരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് തരുന്നത്. എത്ര നാളത്തേക്കാണ് തരുന്നത്? 20 വർഷം. അതായത് 20 വർഷമാണ് നമുക്ക് അതിനകത്തുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്. ഈ 20 വർഷം അത് മാനുഫാക്ചർ ചെയ്യാനും സെല്ല് ചെയ്യാനും
യൂസ് ചെയ്യാനുമുള്ള എല്ലാ റൈറ്റും എനിക്ക് തന്നെയായിരിക്കും. പക്ഷേ 20 വർഷം കഴിഞ്ഞാൽ അതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് മാറും. സോ ദാറ്റ് ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അത് കോപ്പി ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അത് മോഡിഫൈ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരാം. സോ 20 ഇയേഴ്സ് ആയിരിക്കും നമുക്ക് പേറ്റന്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ പേറ്റന്റ് സിസ്റ്റം ഗവേൺ ചെയ്യുന്നത് ഇന്ത്യൻ പേറ്റന്റ് ആക്ട് 1970 1970 വന്ന പേറ്റന്റ് ആക്ട് പ്രകാരമാണ് നമ്മളുടെ ഇന്ത്യയിലെ പേറ്റന്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അത് പല സമയങ്ങളിലായിട്ട് ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ബേസിക് ആക്ട് എന്ന് പറയുന്നത് 1970 ഇന്ത്യൻ പേറ്റന്റ് ആക്ട് ആണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിസ്കവറീസ് പേറ്റന്റബിൾ അല്ല. നിങ്ങൾക്കറിയാം ഇൻവെൻഷനും ഡിസ്കവറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അല്ലേ? ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നടത്തുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇൻവെൻഷൻ. അതേസമയം ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെത്തുകയാണ്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെ നമ്മൾ കണ്ടെത്തുകയാണ്. സോ ഡിസ്കവറീസ് പേറ്റന്റബിൾ അല്ല, ഓൺലി ഇൻവെൻഷൻസ് ആർ പേറ്റന്റബിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഡിസ്കവറീസും പേറ്റന്റബിൾ ആണ് എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ഇൻവെൻഷനാണ് പേറ്റന്റ് കിട്ടുന്നത്. ഒരു ഇൻവെൻഷന് പേറ്റന്റ് കിട്ടണമെങ്കിൽ 3 കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തത് നോവൽറ്റി എന്ന് പറയും, രണ്ടാമത്തത് ഇൻവെന്റീവ് സ്റ്റെപ്പ്, മൂന്നാമത്തെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഈ 3 ക്രൈറ്റീരിയ പാസ്സായാൽ മാത്രമേ ഒരു ഇൻവെൻഷന് പേറ്റന്റ് ലഭിക്കുകയുള്ളൂ. ഇനി എന്താണ് നോവൽറ്റി? പേരിൽ തന്നെ ഉണ്ട്. നോവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആയിരിക്കണം, പുതുമയുള്ളതായിരിക്കണം. നിങ്ങൾ ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇതെങ്ങും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കരുത്, എങ്ങും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കരുത്, എങ്ങും പേറ്റന്റ് ചെയ്തിട്ടുണ്ടായിരിക്കരുത്, അതുപോലെ തന്നെ ആർക്കും അറിയാവുന്നതും ആയിരിക്കരുത്. അതായത് എപ്പോഴാണോ നിങ്ങൾ പേറ്റന്റ് ഫയൽ ചെയ്യുന്നത് അതുവരെ നിങ്ങളുടെ ഇൻവെൻഷൻ സീക്രട്ട് ആയിരിക്കണം. സോ അതാണ് നോവൽറ്റി എന്ന് പറയുന്നത്. അതായത് എങ്ങും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഒരു രാജ്യത്തും പബ്ലിഷ് ചെയ്യാൻ പാടില്ല, ഒരു ലാംഗ്വേജിലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതുപോലെ എങ്ങും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ആയിരിക്കരുത്. കാര്യം പുതുമയുള്ളതായിരിക്കണം. നമ്മളുടെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് പുതുമയുള്ളതായിരിക്കണം. പേറ്റന്റ് നമ്മൾ ഫയൽ ചെയ്യുന്നത് വരെ അത് സീക്രട്ട് ആയിരിക്കണം. സോ ഈ ഒരു കണ്ടീഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാര്യം എസ്പെഷ്യലി നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ്, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഒരുപാട് നിങ്ങൾക്ക് അക്കാഡമിക് പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് നല്ല അക്കാഡമിക് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേയൊക്കെ നല്ല യുണീക്ക് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഇൻവെൻഷൻസും ആയിരിക്കും. പക്ഷേ പ്രോബ്ലം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുന്നെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ്, നിങ്ങൾ തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് അതിൻ്റെ വീഡിയോ ഇടും, അല്ലെങ്കിൽ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യും ഇൻവെൻഷൻ്റെ വീഡിയോ. ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാര്യം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഇൻവെൻഷൻ ആണെങ്കിൽ തന്നെ വൺസ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നോവൽറ്റി ഇല്ല, അതായത് പുതുമയില്ല. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് പേറ്റന്റ് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സീക്രട്ട് ആയിട്ട് വെക്കുക, പേറ്റന്റ് ഫയൽ ചെയ്യുക. ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തത് ഒരു ഇൻവെന്റീവ് സ്റ്റെപ്പ്. നിങ്ങളുടെ ഇൻവെൻഷന് ഒരു ഇൻവെന്റീവ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ്, എക്സിസ്റ്റിംഗ് നോളജിൽ നിന്നും എന്തെങ്കിലും ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് നിങ്ങളുടെ ഇൻവെൻഷനിൽ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഒരു എക്സിസ്റ്റിംഗ് ഇൻവെൻഷനിൽ നിന്നും ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിഗ്നിഫിക്കൻസ്. അതായത് നമുക്കിപ്പോൾ ഒരു ടെക്നോളജി അവൈലബിൾ ആണ്, പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആണ്. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങളൊരു ടെക്നോളജി കൊണ്ടുവരുന്നു. അതേ ടെക്നോളജി തന്നെ ആയിരിക്കാം, പക്ഷെ മറ്റൊരു രീതിയിലൂടെ ആയിരിക്കും നിങ്ങളത് കൊണ്ടുവരുന്നത്. അത് എക്കണോമിക്കലി ഫീസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയും ഇൻവെന്റീവ് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് വേണം, അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിഗ്നിഫിക്കൻസ് വേണം. ഏതായാലും നിങ്ങളുടെ ഇൻവെൻഷന്റെ ആ ഒരു കാര്യം ഇറ്റ് ഷുഡ് നോട്ട് ബി ഒബ്വിയസ് ടു എ പേഴ്സൺ സ്കിൽഡ് ഇൻ ദ ആർട്ട്. അതായത് നിങ്ങളുടെ ഇൻവെൻഷൻ ഏത് ഫീൽഡിലാണോ ഉള്ളത് ആ ഫീൽഡിലുള്ള ഒരു ആവറേജ് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാകരുത് നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അതിനെയാണ് ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ഇൻവെൻഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ ആ ഫീൽഡിൽ ഒരു ആവറേജ് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാകരുത് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഇൻവെന്റീവ് സ്റ്റെപ്പ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് സർ, ആ സ്ലൈഡ് മാറിയിട്ടില്ല, ഫസ്റ്റ് പേജ് തന്നെയാണ് ഇപ്പോഴും.
മൂവ് ചെയ്യുന്നില്ല. ഇല്ലല്ല, ഫസ്റ്റിലെ സ്ലൈഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ, 1 സെക്കൻഡ്. നേരത്തെ ഇതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ, അതായത് നോവൽറ്റി, ഇൻവെന്റീവ് സ്റ്റെപ്പ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ദെൻ അതിനകത്ത് നോവൽറ്റി ഞാൻ പറഞ്ഞിരുന്നു, എങ്ങും പബ്ലിഷ് ചെയ്യാൻ പാടില്ല, എനിക്കറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് ഇൻവെന്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്റീവ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നുകിൽ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം. ഏത് തന്നെയായാലും അത് ഒരു ആവറേജ് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാകാൻ പാടില്ല എന്താണ് നമ്മളുടെ ആ ഇൻവെന്റീവ്നെസ് എന്നുള്ളത്. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. അതായത് അത് ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യാനും മേക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള, അതായത് യൂസ്ഫുൾ ആയിരിക്കണം, ആ ഒരു ഇൻവെൻഷൻ യൂസ്ഫുൾ ആയിരിക്കണം. സോ ഇത് മൂന്നുമാണ് പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്ന്, പുതുമയുള്ള ഇൻവെൻഷൻ ആയിരിക്കണം. രണ്ട്, അതിനകത്ത് ഒരു ഇൻവെന്റീവ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. മൂന്ന്, അത് ഇൻഡസ്ട്രിയൽ യൂസ്ഫുൾ ചെയ്യാൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആയിരിക്കണം. ഇത് മൂന്നുമാണ് പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇത് മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ഇന്ത്യൻ പേറ്റന്റ് ആക്ടിൽ 2 സെക്ഷൻ പറയുന്നുണ്ട്, സെക്ഷൻ 3-ഉം 4-ഉം. അതായത് എന്തൊക്കെ ഇൻവെൻഷൻസ് പേറ്റന്റബിൾ അല്ല ഇന്ത്യയിൽ. അതിനകത്ത് നോവൽറ്റി ഉണ്ട്, ഇൻവെന്റീവ് സ്റ്റെപ്പ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഈ പറയുന്ന ലിസ്റ്റിൽ വരുന്ന ഇൻവെൻഷൻസ് ഒന്നും ഇന്ത്യയിൽ പേറ്റന്റ് കിട്ടില്ല. അതിലൊന്നെന്ന് പറയുന്നത് ഫ്രിവലസ് ആയിട്ടുള്ള, അതായത് സില്ലി ആയിട്ടുള്ള ഇൻവെൻഷൻ, അതായത് ഉപയോഗമൊന്നും ഇല്ലാത്ത വെറുതെ ക്രേസി ആയിട്ടുള്ള ഇൻവെൻഷൻസിനൊന്നും പേറ്റന്റ് ലഭിക്കുകയില്ല. അതേപോലെ ഇൻവെൻഷൻസ് വിച്ച് ആർ കോൺട്രറി ടു ദ വെൽ എസ്റ്റാബ്ലിഷ്ഡ് നാച്ചുറൽ ലോസ്, അതായത് നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറീസിനും സയന്റിഫിക് പ്രിൻസിപ്പിൾസിനും ഒക്കെ എഗൻസ്റ്റ് ആയിട്ട് വരുന്ന ഇൻവെൻഷൻസ്, അങ്ങനത്തെ ഇൻവെൻഷൻസിനൊന്നും നമുക്ക് ഇന്ത്യയിൽ പേറ്റന്റ് കിട്ടില്ല. അതായത് തെർമോഡൈനാമിക്സ് ലോ, ന്യൂട്ടൺസ് ലോ, അതുപോലുള്ള ലോസിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുന്ന എന്തെങ്കിലും ഇൻവെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇന്ത്യയിൽ പേറ്റന്റ് കിട്ടില്ല. പിന്നെ വരുന്നത് ഇൻവെൻഷൻസ് വിച്ച് ആർ കോൺട്രറി ടു ദ പബ്ലിക് ഓർഡർ ഓർ മൊറാലിറ്റി. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എന്താണ് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഡിവൈസ് ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത് നോവൽറ്റി ഉണ്ട്, ഇൻവെന്റീവ്നെസ് ഉണ്ട്, യൂസ്ഫുൾ ആണെങ്കിൽ പോലും അതിന് പേറ്റന്റ് കിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ പബ്ലിക് മൊറാലിറ്റി. അല്ലെങ്കിൽ എ ഡിവൈസ് ഫോർ കമ്മിറ്റിംഗ് തെഫ്റ്റ്, മോഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ്. സോ അങ്ങനത്തെ എനിത്തിങ് വിച്ച് ഈസ് കോൺട്രറി ടു ദ പബ്ലിക് മൊറാലിറ്റി ഓർ പബ്ലിക് ഓർഡർ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പേറ്റന്റ് കിട്ടില്ല. അതേപോലെ എനിത്തിങ് വിച്ച് കോസസ് സീരിയസ് ഡാമേജസ് ടു ദ ലൈഫ്, അതായത് ഫോർ എക്സാമ്പിൾ അഡൾട്രേഷൻ ഓഫ് ഫുഡ്, മായം ചേർക്കല്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പേറ്റന്റ് കിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഡിസ്കവറീസിനൊന്നും പേറ്റന്റ് ഇല്ല എന്നുള്ളത്. അതായത് ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ, അബ്സ്ട്രാക്ട് തിയറി ഓർ ഡിസ്കവറി ഓഫ് എനി ലിവിങ് തിങ് ഓർ നോൺ ലിവിങ് സബ്സ്റ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഡിസ്കവറീസിനൊന്നും പേറ്റന്റ് കിട്ടില്ല. അതേപോലെ തന്നെ ന്യൂ ഫോം ഓഫ് എ നോൺ സബ്സ്റ്റൻസ്, അതായത് ഇപ്പോഴുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ഒരു പുതിയ ഫോം അല്ലെങ്കിൽ പുതിയ യൂസ് അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടി, അതെല്ലാം ഡിസ്കവറീസ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പേറ്റന്റ് കിട്ടില്ല. പിന്നെ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ബൈ മിയർ അഡ്മിക്സ്ചറിങ്, അതായത് നമുക്കൊരു 3 കോമ്പൗണ്ട്സ് ഉണ്ട്, അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓൾറെഡി ഉള്ളതാണ്, അതിനെ വെറുതെ മിക്സ് ചെയ്യുന്നു, അതിന്റെ പ്രോപ്പർട്ടിയിലൊന്നും ഒരു ചേഞ്ചും ഇല്ല, വെറുതെ മിക്സിങ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അതിന് പേറ്റന്റ് കിട്ടില്ല. ദെൻ മിയർ അറേഞ്ച്മെന്റ് ഓർ റീഅറേഞ്ച്മെന്റ് ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് നോൺ ഡിവൈസസ്, അതായത് അതും ഇതുപോലെ തന്നെ നോൺ ഡിവൈസസിന്റെ ജസ്റ്റ് ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേറ്റന്റ് കിട്ടില്ല. ദെൻ അഗ്രികൾച്ചറൽ മെത്തേഡ് അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ മെത്തേഡ്, അതായത് അഗ്രികൾച്ചർ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പേറ്റന്റ് കിട്ടില്ല. പക്ഷേ ഒരു എക്യുപ്മെന്റ് ആണ്, അഗ്രികൾച്ചർ ചെയ്യാനായിട്ട് ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇൻവെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പേറ്റന്റ് കിട്ടും. പക്ഷേ അഗ്രികൾച്ചറൽ മെത്തേഡിന് പേറ്റന്റ് കിട്ടില്ല. അതേപോലെ മെഡിസിനൽ, സർജിക്കൽ, ക്യൂറേറ്റീവ്, തെറാപ്യൂട്ടിക് പ്രോസസ്, അതായത് ഇപ്പോൾ ഒരു അസുഖം ഡയഗ്നോസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പേറ്റന്റ് കിട്ടില്ല. പക്ഷേ ട്രീറ്റ്മെന്റിൽ തന്നെ നമുക്ക് ഒരു സർജറിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് നമ്മൾ ഇൻവെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ മെത്തേഡ് നമുക്ക് പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇപ്പൊ ഒരു ഡോക്ടർ ഒരു പുതിയ മെത്തേഡ് ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് പേറ്റന്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ മറ്റ് ഒരു ഡോക്ടേഴ്സിനും ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ട്രീറ്റ്മെന്റ് മെത്തേഡ്, ഡയഗ്നോസ്റ്റിക് മെത്തേഡിനൊന്നും പേറ്റന്റ് കിട്ടില്ല. പക്ഷേ
സർജിക്കൽ ഡിവൈസസിന് പേറ്റന്റ് കിട്ടും. ദെൻ പ്ലാന്റ്സ്, അനിമൽസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പേറ്റന്റ് കിട്ടത്തില്ല അതർ ദാൻ മൈക്രോ ഓർഗാനിസംസ്. ദെൻ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, ബിസിനസ് മെത്തേഡ്സ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാം പെർ സെ ഓർ അൽഗോരിതംസ് അതും പേറ്റന്റബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു സോഴ്സ് കോഡ് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആസ് സച്ച് നമുക്കത് പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു എംബഡഡ് സിസ്റ്റമാണ്, അതായത് ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ പ്ലസ് എ സോഫ്റ്റ്വെയർ അതിന് നമുക്ക് പേറ്റന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സോഫ്റ്റ്വെയർ ആസ് സച്ച്, ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആസ് സച്ച് നമുക്ക് പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ അൽഗോരിതംസ്, ബിസിനസ് മെത്തേഡ്സ്, മാത്തമാറ്റിക്കൽ മെത്തേഡ്സിനൊന്നും പേറ്റന്റ് ലഭിക്കില്ല. ദെൻ ലിറ്റററി, ഡ്രാമാറ്റിക്, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക് വർക്ക്സിനൊന്നും പേറ്റന്റ് കിട്ടില്ല. ദെൻ പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ അതിന് പേറ്റന്റ് ഇല്ല. ദെൻ ടോപ്പോഗ്രഫി ഓഫ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ദെൻ എനിത്തിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ട്രഡീഷണൽ നോളജ്, അതായത് പാരമ്പര്യ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻവെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും പേറ്റന്റ് കിട്ടില്ല. അതൊരു ലോങ് ലിസ്റ്റ് ആണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് പെടുന്ന ഇൻവെൻഷൻസിനൊന്നും പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ പോലും ഇതിനൊന്നും പേറ്റന്റ് ലഭിക്കില്ല. സെക്ഷൻ 4 എന്ന് പറയുന്ന അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇൻവെൻഷൻസിനും പേറ്റന്റ് ലഭിക്കില്ല. അതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് രാജ്യത്തിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെൻഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസിന് പേറ്റന്റ് ലഭിക്കില്ല. പക്ഷേ ഗവൺമെന്റ് അത് എക്സാമിൻ ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നമ്മളുടെ കയ്യിൽ നിന്ന് ആ പേറ്റന്റ് വാങ്ങിക്കുകയും നമുക്ക് അതിന് പകരം കോമ്പൻസേഷൻ തരികയും ചെയ്യും. പക്ഷേ പേറ്റന്റ് കൊടുക്കത്തില്ല ഡിഫൻസ് റിലേറ്റഡ് ഇൻവെൻഷൻസ്. ഇത്രയുമാണ് നോൺ പേറ്റന്റബിൾ ആയിട്ടുള്ള ഇൻവെൻഷൻ. അപ്പോൾ ഒരു ഇൻവെൻഷന് പേറ്റന്റ് കിട്ടണമെങ്കിൽ ആദ്യം പറഞ്ഞ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഇൻവെൻഷൻസിലൊന്നും പെടുകയും ചെയ്യരുത്. സോ അങ്ങനെ ഒന്നും വരാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് പേറ്റന്റ് കിട്ടാം. പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് എന്താണ്, വലിയ ഇൻവെൻഷൻസ് ഒരു കോംപ്ലക്സ് ഇൻവെൻഷൻസിന് മാത്രമേ പേറ്റന്റ് കിട്ടുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം സിംപ്ലിസിറ്റി ഈസ് നോ ബാർ ഫോർ ഗെറ്റിംഗ് എ പേറ്റന്റ് എന്നാണ് പറയുന്നത്. ചെറിയ ഇൻവെൻഷൻ ആയാലും അതിന് പേറ്റന്റ് കിട്ടും. ഒൺലി തിങ് ഈസ് ദാറ്റ് അത് പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സേഫ്റ്റി പിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം സേഫ്റ്റി പിൻ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അത് 1849 വാൾട്ടർ ഹണ്ട് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള അദ്ദേഹം വളരെ ഒരു മെക്കാനിക് ആയിരുന്നു. അദ്ദേഹം ഇൻവെന്റ് ചെയ്ത ഒരു ഇൻവെൻഷനാണ് സേഫ്റ്റി പിൻ എന്ന് പറയുന്നത്. അതിന് 1849 US പേറ്റന്റ് ലഭിച്ചതാണ്. അപ്പം ഈവൻ സിമ്പിൾ ഇൻവെൻഷൻസിനും പേറ്റന്റ് ലഭിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സേഫ്റ്റി പിന്നിന്റെ പേറ്റന്റ്. അതേപോലെ അദ്ദേഹം തന്നെയാണ്, ഈ വാൾട്ടർ ഹണ്ട് എന്ന് പറയുന്ന ഇൻവെന്റർ തന്നെയാണ് ഫൗണ്ടൻ പെന്ന് കണ്ടുപിടിച്ചത്. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഇൻവെൻഷൻ ഉണ്ട്, ചെറിയ ഇൻവെൻഷൻ ആകാം, വലിയ ഇൻവെൻഷൻ ആകാം, ഏത് തരം ഇൻവെൻഷൻ ആയാലും നിങ്ങൾക്ക് മുന്നിലുള്ളത് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്കിത് പബ്ലിഷ് ചെയ്യാം, നിങ്ങൾക്ക് ജേണലിൽ പബ്ലിഷ് ചെയ്യാം, മാഗസിനിൽ പബ്ലിഷ് ചെയ്യാം, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം, മീഡിയാസിൽ കൊടുക്കാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. സോ അനദർ ഓപ്ഷൻ ഈസ് നിങ്ങൾക്ക് അത് പേറ്റന്റ് ഫയൽ ചെയ്യാം. സോ ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ ആണ്. സോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതിന് പേറ്റന്റ് കിട്ടത്തില്ല. അതേസമയം നമ്മൾ ആദ്യം പേറ്റന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പബ്ലിഷും ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇൻവെൻഷൻ പേറ്റന്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പേറ്റന്റും കിട്ടും, നിങ്ങൾക്ക് പബ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അതിന്റെ റെക്കഗ്നേഷനും കിട്ടും. സോ 2 ഓപ്ഷനാണ് ഉള്ളത്, പബ്ലിക്കേഷൻ ആസ് വെൽ ആസ് പേറ്റന്റിങ്. അപ്പോൾ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻവെൻഷൻ, നിങ്ങൾക്ക് ഒരു ഇൻവെൻഷൻ ഉണ്ട്, അത് നിങ്ങൾ സ്വയം നോക്കണം, അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് പേറ്റന്റിന് യോഗ്യമാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫയൽ എ പേറ്റന്റ് ഫസ്റ്റ്. നിങ്ങൾ ഇന്ന് ഒരു പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് അത് ജേണലിൽ പബ്ലിഷ് ചെയ്യാനും പറ്റും, എവിടെ വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പേറ്റന്റും കിട്ടും, പബ്ലിക്കേഷൻ വഴി ഉള്ള റെക്കഗ്നേഷനും നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ പേറ്റന്റ് ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഇൻവെൻഷൻ പ്രയർ ആർട്ടിൽ ഉള്ളതാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണ് പ്രയർ ആർട്ട് എന്ന് പറഞ്ഞാൽ, എനി ഇൻഫർമേഷൻ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ, അതായത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് പ്രയർ ആർട്ട് എന്ന് പറയുന്നത്. അതായത് എനി ഇൻഫർമേഷൻ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ ബുക്സ്, ജേണൽസ്, മാഗസിൻസ്, ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, വെബ്സൈറ്റ്സ്, അങ്ങനത്തെ മീഡിയത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് പ്രയർ ആർട്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പേറ്റന്റ് ചെയ്യാൻ പോകുന്ന ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഈ പ്രയർ ആർട്ടിലൊന്നും പെടാൻ പാടില്ല, എങ്കിൽ മാത്രമേ അതിന് നോവൽറ്റി ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മളത് പ്രയർ ആർട്ട്
പേറ്റന്റിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്യുന്നത്. അതിനുള്ള ഒരു പ്രൊസീജിയറിന്റെ പേരാണ് പേറ്റന്റ് സെർച്ച്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. പേറ്റന്റ് സെർച്ച് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിത് പേറ്റന്റ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഇത് മറ്റാരെങ്കിലും എവിടെയെങ്കിലും ഓൾറെഡി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, മറ്റേതെങ്കിലും രാജ്യത്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നില്ല. അപ്പൊ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഇൻവെൻഷൻ ന്യൂ ആണോ, അത് പേറ്റന്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡു ദ പ്രയർ ആർട്ട് പേറ്റന്റ് സെർച്ച്. പിന്നെ പേറ്റന്റ് ഫയലിങ്ങിന് നമുക്ക് കുറെ എക്സ്പെൻസസ് വരുന്നുണ്ട്. ഓരോ സ്റ്റേജ് ഓഫ് ഫയലിങ്ങിൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കണം, ഫീസ് പേ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഫീസൊക്കെ പേ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത് പേറ്റന്റ് കിട്ടാൻ യോഗ്യമാണോ എന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേറ്റന്റ് സെർച്ച് ചെയ്യുന്നത്. പേറ്റന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും പേറ്റന്റ് ഫയൽ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻവെൻഷൻ ഓൾറെഡി മറ്റേതെങ്കിലും കൺട്രിയിൽ പേറ്റന്റഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അത് പേറ്റന്റ് ഫയൽ ചെയ്തതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് പേറ്റന്റ് കിട്ടില്ല. പക്ഷേ പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിനുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ കൊടുക്കുകയും വേണം. സോ അതിന് മുമ്പേ നമുക്കൊരു ഡിസിഷൻ എടുക്കണം പേറ്റന്റ് ഫയൽ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേറ്റന്റ് സെർച്ച് ചെയ്യുന്നത്. പേറ്റന്റ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി പേറ്റന്റഡ് ആയിട്ടുള്ള ഇൻവെൻഷന്റെ ഇൻവെന്റേഴ്സിന്റെയും ഓണേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്ക് കിട്ടും. കൂടാതെ തന്നെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. അതായത് അതേ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് പേറ്റന്റ് സെർച്ച് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആയിട്ട് നമുക്കുള്ള പേറ്റന്റ് ഡേറ്റാബേസസ്. ഓക്കെ, അതായത് നമ്മൾ പേറ്റന്റ് സെർച്ച് ചെയ്ത് നോക്കുന്നതിനായിട്ട് ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാബേസസ് ആണ് ഇതൊക്കെ. ആദ്യത്തേന്ന് പറയുന്നത് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് ആണ് ipindia.nic.in. അതിൽ കയറി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ പേറ്റന്റ് ആ ടോപ്പിക്കിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെ വെബ്സൈറ്റ് US പേറ്റന്റ് ഓഫീസിൻ്റെതാണ്. അതിനകത്ത് US പേറ്റൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു പേറ്റൻസ് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഓരോ കൺട്രീസും അവരുടെ പേറ്റൻസ് ആയിരിക്കും അവരുടെ ഡേറ്റാബേസിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ കയറി ഓരോന്നും നോക്കണം. കാര്യം ഗ്ലോബലി ന്യൂ ആയിരിക്കണം. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിൽ നോക്കണം, യൂറോപ്യൻ കൺട്രീസിൽ നോക്കണം. എങ്ങും ഈ പറയുന്ന ഇൻവെൻഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് ഏറ്റവും ഈ ഒരു പേറ്റന്റ് ഉണ്ട്. അതായത് ഗൂഗിൾ പേറ്റൻസ് എന്ന് പറയും. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ വേയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റാബേസ് സെർച്ച് ആണ് ഗൂഗിൾ പേറ്റൻസ് എന്ന് പറയുന്നത്. ഗൂഗിൾ പേറ്റൻസ് നമ്മൾ സാധാരണ വെബ് സെർച്ച്, ഗൂഗിളിൽ വെബ് സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിന്റെയും പേറ്റന്റ് നമുക്ക് ഈ ഗൂഗിൾ പേറ്റൻസിൽ കിട്ടും, ഇന്ത്യൻ പേറ്റന്റ് ഒഴിച്ച്. അതുകൊണ്ടാണ് ഞാനിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പേറ്റന്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ രണ്ട് ഡേറ്റാബേസ് നോക്കിയാൽ മതി. ഒന്ന് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിന്റെ വെബ്സൈറ്റും പിന്നെ ഗൂഗിൾ പേറ്റൻസ്. ഗൂഗിൾ പേറ്റൻസിൽ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതർ കൺട്രീസ്, അമേരിക്കൻ പേറ്റന്റ്, യൂറോപ്യൻ പേറ്റന്റ് എല്ലാം നമുക്ക് കിട്ടും. ചൈനീസ് പേറ്റന്റ്, ജാപ്പനീസ് പേറ്റന്റ് എല്ലാം കിട്ടും. പിന്നെ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിന്റെ വെബ്സൈറ്റും കൂടെ നോക്കണം. ആ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ ഇൻവെൻഷൻ പേറ്റന്റബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. ഇത് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് ആണ്. അതിനകത്ത് പേറ്റന്റ് എന്ന് പറഞ്ഞ ഒരു മെനു ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേറ്റന്റ് സെർച്ചിന്റെ ഓപ്ഷൻ ഒരു പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് പല പല ഫീൽഡുകളുണ്ട്. ഈ ഫീൽഡിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫീൽഡ്, ഇപ്പൊ ടൈറ്റിലിൽ അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കീവേഡ് ടൈറ്റിലിൽ വരുന്ന എല്ലാ പേറ്റൻസും സൈറ്റ് ചെയ്യും. അതേപോലെ അബ്സ്ട്രാക്ട് ഉണ്ട്, ക്ലെയിംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി അറിയാം എങ്കിൽ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പേറ്റന്റ് ഡോക്യുമെന്റ് കിട്ടും. പേറ്റന്റ് നമ്പർ അറിയാമെങ്കിൽ അങ്ങനെയും സെർച്ച് ചെയ്യാം. അതായത് ഡിഫറെന്റ് വേസിൽ നമുക്ക് കീവേഡ് വെച്ച് കൊടുക്കാം, ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് കൊടുക്കാം, പേറ്റന്റ് നമ്പർ വെച്ചിട്ട്, ആപ്ലിക്കന്റിന്റെ പേര് വെച്ചിട്ട് കൊടുക്കാം. പല രീതിയിൽ നമുക്കിത് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഉള്ള ഇത് വെബ് സെർച്ച് എന്ന് പറയുന്നത് ഇതാണ്, ലൈക്ക് ഗൂഗിൾ പേറ്റൻസ്. ഓക്കെ, ഗൂഗിൾ പേറ്റൻസിൽ നമ്മൾ ജസ്റ്റ് google.com/patents എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതേപോലെ സെർച്ച് ചെയ്യാം. അതായത് അതിന് വേറെ റൂൾസും ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ വെബ് സെർച്ച് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേറ്റൻസിൽ സെർച്ച് ചെയ്യാം. പക്ഷെ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെല്ലാം പേറ്റന്റ് ഡോക്യുമെന്റ്സ് മാത്രമായിരിക്കും. നോൺ പേറ്റന്റ് ഒന്നും കിട്ടില്ല. എല്ലാം പേറ്റന്റ് ഡോക്യുമെന്റ്സ് ആയിരിക്കും. ഇതിപ്പം ഇത്രയും 5,27,000 റിസൾട്ട്സ് ആണ് ഈ പറയുന്ന ജസ്റ്റർ കൺട്രോൾ ടെലിവിഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തപ്പം തന്നെ കിട്ടിയത്. പക്ഷെ നമുക്ക് ഇത്രയും ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കൂടുതൽ കീവേഡ്സ് കൊടുത്ത് നമ്മൾ ഇതിനെ സെർച്ചിനെ നാരോ ഡൗൺ ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേറ്റന്റ് ഡോക്യുമെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും.
ഇതെന്ന് പറയുന്നത് നോക്കുമ്പോൾ അറിയാം US പേറ്റന്റ് ആണ്, US എന്ന് പറയുന്നത് കിടക്കുന്നത്. ഓക്കെ, അതേപോലെ യൂറോപ്യൻ പേറ്റന്റ്സ്, അങ്ങനെ പല കൺട്രീസിന്റെ പേറ്റന്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലിങ്കിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റും, മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺലോഡ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ആ ഒരു പേറ്റന്റ് ഡോക്യുമെന്റ്. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അബ്സ്ട്രാക്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അബ്സ്ട്രാക്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇൻവെൻഷൻ അതുമായിട്ട് റിലേറ്റഡ് ആണോ ഇല്ലയോ. അബ്സ്ട്രാക്ട് വായിക്കുമ്പോൾ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ക്ലെയിംസ് അതുപോലുള്ള കാര്യങ്ങൾ വായിക്കുക. അബ്സ്ട്രാക്ട് വായിക്കുമ്പോൾ തന്നെ അത് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ അതിനെ ഇഗ്നോർ ചെയ്യുക, അടുത്ത ഡോക്യുമെന്റിലേക്ക് പോകുക. അതിനാണ് നമ്മൾ പേറ്റന്റ് സെർച്ച്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പേറ്റന്റ് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ പേറ്റന്റ്സ്. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. പിന്നെ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ഒരിക്കലും കംപ്ലീറ്റ് ആയിരിക്കില്ല, എന്നാലും നമുക്ക് ഒരു 80 to 90% നമുക്കൊരു ഉറപ്പ് വരുത്താൻ പറ്റും ഇത് ഓൾറെഡി പേറ്റന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെൻഷൻ ഡിഫറെൻ്റ് ആണ് എന്ന് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേറ്റന്റ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ 4 പേറ്റന്റ് ഓഫീസുകളാണ് ഉള്ളത്. കൊൽക്കത്തയിലാണ് ഹെഡ് ഓഫീസ്, ദെൻ ബ്രാഞ്ചസ് ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട്, ചെന്നൈയിലുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് ചെന്നൈ പേറ്റന്റ് ഓഫീസിലാണ്. ഇതാണ് ചെന്നൈ പേറ്റന്റ് ഓഫീസിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. ചെന്നൈ ഗിണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വെബ്സൈറ്റ്, ഓഫീസ് അഡ്രസ് ഇതാണ്. ഇവിടെയാണ് നമ്മൾ കേരളത്തിൽ നിന്നുള്ള പേറ്റന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത്. ഇനി ആർക്കൊക്കെ ഫയൽ ചെയ്യാം, ആർക്കൊക്കെ പേറ്റന്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പേറ്റന്റിന് അപ്ലൈ ചെയ്യുന്നതിന് ഏജ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല, ക്വാളിഫിക്കേഷൻ ലിമിറ്റേഷൻ ഒന്നുമില്ല. അതായത് എനി പേഴ്സൺ ഹു ഈസ് ദ ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെന്റർ, ആരാണോ ഇൻവെൻഷൻ നടത്തിയത് അവർക്ക് പേറ്റന്റ് ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ അസൈനിക്ക്, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഇൻവെൻഷൻ നടത്തി ഐ ക്യാൻ അസൈൻ സംബഡി എൽസ് ടു ഫയൽ പേറ്റന്റ്, അസൈനിക്ക് പേറ്റന്റ് ഫയൽ ചെയ്യാം. പിന്നെ ഇൻ ദ കേസ് ഓഫ് എ ഡിസീസ്ഡ് ഇൻവെന്റർ, മരണപ്പെട്ടു പോയ ഇൻവെന്റർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനും ഫയൽ ചെയ്യാം. അപ്പം എനി പേഴ്സൺ who is the true and first inventor or his assignee or legal representative can apply for a patent. അവിടെ ഏജ് ഒരു വിഷയമല്ല, ക്വാളിഫിക്കേഷനും ഒന്നും വിഷയമല്ല. അപ്പം ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ചെയ്യാം, ഒന്നിൽ കൂടുതൽ വ്യക്തിക്ക് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ചെയ്യാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുമിച്ച് ചേർന്ന് ചെയ്യാം. എനി കോമ്പിനേഷൻ ഈസ് പോസിബിൾ. നമ്മൾ പേറ്റന്റ് ഫയൽ ചെയ്യുമ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ഫോംസ് കൊടുക്കാനുണ്ട്. അതാണ് ഞാൻ കാണിച്ചിരിക്കുന്ന ഫോം 1, 2, 3, 5 അങ്ങനെ കുറച്ച് ഫോംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇതായിട്ടുള്ള ഫീസ് നമ്മൾ കൊടുക്കണം. ഈ ഫോം 26 എന്ന് പറയുന്നത് ഓതറൈസേഷൻ ഓഫ് എ പേറ്റന്റ് ഏജന്റ് എന്നാണ് പറയുന്നത്. അതായത് ബേസിക്കലി പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു ടെക്നോ ലീഗൽ ഡോക്യുമെന്റ്, ടെക്നിക്കൽ ഡോക്യുമെന്റും ആണ്, പക്ഷെ അതൊരു ലീഗൽ ഡോക്യുമെന്റും കൂടിയാണ്. അത് എഴുതുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അത് പേറ്റന്റ് എഴുതി തരാനായിട്ട് ലൈസൻസ് ഉള്ളവരെയാണ് പേറ്റന്റ് ഏജന്റ് എന്ന് പറയുന്നത്. പേറ്റന്റ് ഓഫീസിന്റെ ലൈസൻസ് ഉള്ളവരെയാണ് പേറ്റന്റ് ഏജന്റ്. അപ്പം നമുക്ക് ഒരു പേറ്റന്റ് ഏജന്റ് വഴിയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ആ ഫോം 26 ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഫോം 26. പിന്നെ അതിന്റെ ഫീസും വരുന്നുണ്ട്. ഇനി പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊവിഷണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴും ഉള്ളതാണ്, അതായത് നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഐഡിയ ഒരു ഇൻവെൻഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ ഇൻവെൻഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്കൊരു പേടി കാണും, ആരെങ്കിലും ഇത് കോപ്പി ചെയ്തുകൊണ്ട് പോയാലോ എന്നുള്ളൊരു പേടി കാണും. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പ്രൊവിഷണൽ സ്പെസിഫിക്കേഷൻ വഴി ഒരു പ്രൊവിഷണൽ ആപ്ലിക്കേഷൻ നമുക്ക് ഫയൽ ചെയ്യാം. അതായത് ഇൻവെൻഷൻ കംപ്ലീറ്റ് ആവണമെന്നില്ല, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ട്, ഫോം നമ്പർ 1ഉം 2ഉം. അതിനകത്ത് നമ്മളുടെ ഇൻവെൻഷൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് പേറ്റന്റ് ഓഫീസിൽ നമുക്ക് ഫയൽ ചെയ്യാം. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്തതിന് ശേഷം മറ്റാർക്കും അത് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ഇൻവെൻഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ നമ്മൾ ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. പക്ഷെ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ തരുന്ന സമയം 1 വർഷമാണ്. ഈ 1 വർഷത്തിനുള്ളിൽ നമ്മളുടെ ഇൻവെൻഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പേറ്റന്റ് ഫയൽ ചെയ്യണം. അതാണ് കണ്ടീഷൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഫയൽ ചെയ്യുന്ന പ്രൊവിഷണലി ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പം 1 വർഷം 12 മാസം നമുക്ക് സമയം കിട്ടും. ഇനി ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കൊടുക്കണ്ട, ബ്രീഫായിട്ട് കൊടുത്താൽ മതി. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫർദർ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വല്ലയിടത്തും സ്പോൺസർഷിപ്പ് വേണ്ടി വരും. അങ്ങനെ വേണ്ടി വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. സോ
നിങ്ങൾക്ക് പ്രൊഫഷണൽ ഫയൽ ചെയ്തിട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരുടെ മുന്നിലും നിങ്ങളുടെ ഇൻവെൻഷൻ ഡിസ്ക്ലോസ് ചെയ്യാം. കാര്യം മറ്റാർക്കും പിന്നെ കോപ്പി ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ഒരു വർഷത്തെ സമയം നമുക്ക് കിട്ടും. ആ വർഷത്തിനുള്ളിൽ നമുക്ക് സമാധാനത്തോടുകൂടി തന്നെ നമുക്ക് ഇൻവെൻഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പേറ്റന്റ് ഫയൽ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫയൽ ചെയ്ത് പ്രൊഫഷണൽ പേറ്റന്റ് ഫയൽ ചെയ്ത ഡേറ്റ് തൊട്ട് തന്നെ നമുക്ക് അതിന്റെ പ്രയോറിറ്റി ഡേറ്റ് കിട്ടും. അതാണ് പ്രൊഫഷണലിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് പേറ്റന്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഫഷണൽ മാത്രം ഫയൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ ഇൻവെൻഷൻ അത് ഫർദർ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്യണം. ബേസിക്കലി അതാണ് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ആണ് ഈ ടെക്നോ ലീഗൽ ഡോക്യുമെന്റ്. അതിനകത്ത് ഫുൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മളുടെ ഇൻവെൻഷന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ കൊടുക്കണം. അത് ഏത് രീതിയിൽ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കുന്ന മറ്റൊരാൾക്ക്, നോളജ് ഉള്ള ഒരാൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ, നമ്മളുടെ സഹായം ഇല്ലാതെ തന്നെ ആ ഇൻവെൻഷൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് എഴുതി കൊടുക്കണം. കാര്യം എന്താണ്, 20 years ആണ് നമുക്ക് പേറ്റന്റിന്റെ വാലിഡിറ്റി. ആ 20 years കഴിഞ്ഞ് ഇത് പബ്ലിക്കിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളത് എഴുതാൻ. അപ്പോൾ നമ്മളുടെ ഇൻവെൻഷൻ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ആയിട്ട് പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. അതല്ല, നിങ്ങളുടെ ഇൻവെൻഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഫയൽ ചെയ്യാം. പ്രൊഫഷണൽ ഫയൽ ചെയ്യണമെന്ന് ഇല്ല, നിർബന്ധമല്ല. ഇനി നോർമലി നമ്മളൊരു ആപ്ലിക്കേഷൻ ചെന്നൈ പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ അവർ തരും. പേറ്റന്റ് കിട്ടുന്നത് വരെ ആ നമ്പറാണ് നമ്മളുടെ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത്. ആ നമ്പർ അത് വെച്ച് തന്നെയാണ്, അതാണ് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. 18 മാസം വരെ ഇവരത് സീക്രട്ട് ആയിട്ട് വയ്ക്കും, പേറ്റന്റ് ഓഫീസ്. അതായത് അവരൊന്നും ചെയ്യില്ല, അവർ ലോക്കറിൽ സീക്രട്ട് ആയിട്ട് വയ്ക്കുന്നു. 18 മാസം കഴിയുമ്പം അവരുടെ ജേണലിൽ ഇത് പബ്ലിഷ് ചെയ്യും. അവരുടെ ജേണൽ എന്ന് പറയുന്നത് പേറ്റന്റ് ഓഫീസിന്റെ വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ അവർ നമ്മളുടെ ഇൻവെൻഷന്റെ ഡീറ്റെയിൽസ് അവർ പബ്ലിഷ് ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് അവരുടെ ജേണൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 18 months സീക്രട്ട് ആയിട്ട് വെച്ചിട്ട് പിന്നീട് അവരത് പബ്ലിഷ് ചെയ്യും. പക്ഷെ നമുക്ക് ഈ 18 months വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം 1.5 വർഷമാണ്. അത്രയും നാൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ഇയർലി പബ്ലിക്കേഷനുള്ള റിക്വസ്റ്റ് കൊടുക്കാം. അതിന് ഫോം നമ്പർ 9 ഉണ്ട്, അതിന് ചെറിയൊരു ഫീസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അവരത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ 18 months എന്നുള്ളത് നമുക്ക് 1 month ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണും, ഡേറ്റ് കാണും, ടൈറ്റിൽ കാണും, ഇൻവെന്ററിന്റെ പേര്, ആപ്ലിക്കന്റിന്റെ പേര്, ഇതെല്ലാം കാണും. പിന്നെ ഒരു അബ്സ്ട്രാക്റ്റും കാണും. പിന്നെ വ്യൂ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു ലിങ്കും കൂടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നമ്മൾ കൊടുത്ത ഫുൾ ഡോക്യുമെന്റും പബ്ലിക്കിന് കാണാൻ പറ്റും. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പബ്ലിക്കിന് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഇനി എന്തിനാണ് അവരത് പബ്ലിഷ് ചെയ്യുന്നത്? there is something called a pre-grant opposition. അതായത് പേറ്റന്റ് ഗ്രാന്റ് ചെയ്യുന്നതിന് മുമ്പേ ആർക്കെങ്കിലും നമ്മളെ എതിർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പബ്ലിക്കേഷൻ നടത്തുന്നത്. പ്രീ ഗ്രാന്റ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മറ്റാരുടെയെങ്കിലും ഇൻവെൻഷൻ കോപ്പി ചെയ്താണ് നമ്മൾ ഫയൽ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ഇത് അറിയാൻ പറ്റൂ, ഇങ്ങനെ ഒരെണ്ണം പബ്ലിഷ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരെണ്ണം ഫയൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരിക എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ എതിർക്കാൻ പറ്റും. അതായത് അവർക്ക് പേറ്റന്റ് ഓഫീസിലേക്ക് ഒരു ഒപ്പോസിഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേറ്റന്റ് ഓഫീസ് അത് നമ്മളെ അറിയിക്കും. നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുത്ത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്, അത് നമ്മളുടെ സ്വന്തം ഇൻവെൻഷൻ ആണെന്നുള്ളത്. അതിനെയാണ് പ്രീ ഗ്രാന്റ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ ആണ്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ ചെയ്യണം ഇത്. അതായത് എക്സാമിൻ ചെയ്താൽ മാത്രമേ ഇത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ എന്നുള്ളതിന്റെ ഡിസിഷൻ വരത്തുള്ളൂ. അപ്പൊ അതിനുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കണം. അതിന് ഫോം 18 ഉണ്ട്. അതിന്റെ കണ്ടീഷൻ ഇതാണ്, 4 വർഷമാണ് നമുക്ക് സമയം. ആ 4 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ റിക്വസ്റ്റ് ഫയൽ ചെയ്തിരിക്കണം. റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ ഫോം 18. അതിലും ചെറിയൊരു ഫീസ് ഉണ്ട്. ആ ഫീസ് അടച്ച് നമ്മൾ എക്സാമിനേഷൻ റിക്വസ്റ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ എക്സാമിൻ ചെയ്യത്തുള്ളൂ. അപ്പം എങ്ങനെ എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഒരു പേറ്റന്റ് എക്സാമിനറിന്റെ കയ്യിലേക്ക് പോകും. അദ്ദേഹം അതിനകത്ത് നോവൽറ്റി ഉണ്ടോ, ഇൻവെന്റീവ് സ്റ്റെപ്പ് ഉണ്ടോ, നോൺ പേറ്റന്റബിൾ ആണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്തിട്ട് അദ്ദേഹം അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കും. അതാണ് എക്സാമിനേഷന്റെ റൂട്ട്. നോർമലി എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞ ഒരു 3 years ഒക്കെ കഴിഞ്ഞിട്ട് ഇത് എക്സാമിനേഷൻ നടക്കാറുള്ളൂ. അതുകൊണ്ടാണ് റീസെന്റ് ആയിട്ട് പേറ്റന്റ് ആക്ട് അമെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പീഡിയറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നത്. അതായത് എസ്പെഷ്യലി സ്റ്റാർട്ടപ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതായത് പെട്ടെന്ന് എക്സാമിൻ ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നത്. അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ടപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ എക്സ്പീഡിയറ്റ് എക്സാമിനേഷൻ. പിന്നെ സ്മോൾ എൻറ്റിറ്റി MSMEസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ ഒരു വുമൺ ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ അല്ല, ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്,
ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റും. അവർക്കും എല്ലാം ഈ പറഞ്ഞ എക്സ്പീഡിയന്റ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 3 months നമുക്കിത് എക്സാമിൻ ചെയ്ത് അതിന്റെ എക്സാമിനേഷൻ റിപ്പോർട്ട് കിട്ടും. അപ്പം 2 to 3 years എന്നുള്ള ആ ഒരു പ്രൊസീജിയർ നമുക്കൊരു 3 to 4 months ടൈം കൊണ്ട് നമുക്കത് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് എക്സ്പീഡിയന്റ് എക്സാമിനേഷൻ വഴി പോയാൽ നമുക്കൊരു മാക്സിമം ഒരു 1 to 1.5 yearsനുള്ളിൽ നമുക്ക് ഇതിന്റെ പേറ്റന്റ് കിട്ടും, പേറ്റന്റബിൾ ആണെങ്കിൽ. അതാണ് എക്സ്പീഡിയന്റ് എക്സാമിനേഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാമിനർ നമ്മളുടെ ആപ്ലിക്കേഷൻ എക്സാമിൻ ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് നമുക്ക് തരും. എക്സാമിനേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. അതിനകത്താണ് അവരുടെ ഡൗട്ട്സ് എല്ലാം അവർ അതിനകത്ത് എഴുതിയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് നമ്മൾ അവർ ചോദിച്ചിരിക്കുന്ന ഡൗട്ട്സിനെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കണം. 6 മാസം വരെ സമയമുണ്ട്. അതിനുള്ളിൽ നമ്മളെ ആപ്ലിക്കേഷൻ അത് റിപ്പോർട്ട് പഠിച്ചിട്ട് റിപ്ലൈ കൊടുക്കണം. അപ്പം നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേറ്റന്റ് ഗ്രാന്റ് ചെയ്യും. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്, ഇതാണ് പേറ്റന്റ് സർട്ടിഫിക്കറ്റ്. പേറ്റന്റ് സർട്ടിഫിക്കറ്റ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരും. എന്നിട്ട് ഗ്രാന്റ് ഓഫ് പേറ്റന്റ് അവരുടെ ജേർണലിൽ അവർ പബ്ലിഷ് ചെയ്യും. സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് പ്രൂഫ്. അതായത് നമുക്ക് ഒരു പേറ്റന്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനുള്ള പ്രൂഫ് എന്ന് പറയുന്നത് ഈ പേറ്റന്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഗ്രാന്റ് ഓഫ് പേറ്റന്റ് ജേർണലിൽ പബ്ലിഷ് ചെയ്യും. എന്തിനാ പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് പോസ്റ്റ് ഗ്രാന്റ് ഒപ്പോസിഷൻ. അതായത് പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാലും ഒപ്പോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റഡ് പേഴ്സൺസിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. വിത്തിൻ 1 year അങ്ങനെ ഒരു പ്രൊവിഷനും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി റിന്യൂവൽ ഫീ ഞാൻ പറഞ്ഞു, പേറ്റന്റ് എന്ന് പറയുന്നത് 20 വർഷത്തേക്കാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. ആദ്യത്തെ 2 വർഷം നമ്മൾ വേറെ ഫീസ് ഒന്നുമില്ല. 3ാമത്തെ വർഷം തൊട്ട് 20ാമത്തെ വർഷം വരെ നമ്മൾ റിന്യൂവൽ ഫീസ് അടച്ച് അത് പുതുക്കിക്കൊണ്ട് പോകണം. മാക്സിമം 6 മാസം വരെയാണ് അവർ സമയം തരുന്നത് ഈ റിന്യൂവൽ ഫീ അടയ്ക്കാനായിട്ട്. നമ്മൾ റിന്യൂവൽ ഫീ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേജിലാണോ നമ്മൾ റിന്യൂവൽ ഫീ അടയ്ക്കാത്തത് ആ സ്റ്റേജിൽ കൊണ്ട് പേറ്റന്റ് അബാൻഡൻഡ് ആയി പോകും. അതായത് നമ്മൾ 3ാമത്തെ വർഷം തൊട്ട് 20ാമത്തെ വർഷം വരെ പേറ്റന്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് അതിന്റെ ഫീ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽസ്, സ്റ്റാർട്ടപ്പ്, സ്മോൾ എൻറ്റിറ്റി. ഇവർക്കെല്ലാം കൂടെ ഒറ്റ ഫീസും പിന്നെ അതർ കാറ്റഗറീസിന് മറ്റൊരു ഫീസുമാണ് ഉള്ളത്. 2 രീതിയിലുള്ള ഫയലിംഗ് നമുക്ക് പറ്റും. ഫിസിക്കൽ ഫയലിംഗും ഉണ്ട്, ഓൺലൈൻ ഫയലിംഗും ഉണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫയലിംഗ് ആണ്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഈ ഫയലിംഗ് പ്രൊവിഷനും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫയലിംഗ് ചെയ്യാൻ പറ്റൂ. അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫീസിൽ നിന്നല്ല ഒരു 10% ഫീസ് കുറവായിരിക്കും നമ്മൾ ഈ ഫയലിംഗ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഒരു ആപ്ലിക്കേഷൻ, പേറ്റന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് 1750 ആണ്. ഇയർലി പബ്ലിക്കേഷന് 2750, ദെൻ റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ 4400. ഞാൻ പറഞ്ഞു ഒരു എക്സ്പീഡിയന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ട്, അതിന് 8000 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ, എക്സ്പീഡിയന്റ് എക്സാമിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ വേണ്ട. ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ ഇതാണ് റിന്യൂവൽ ഫീ. 3rd year തൊട്ട് 6th year വരെ പെർ ഇയർ 880 rupees. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇയേഴ്സ് കഴിയും തോറും ആ റിന്യൂവൽ ഫീ കൂടി വരും. സോ അപ് ടു 20th year വരെ നമ്മൾ ഇത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ നമുക്ക് എന്തിനാണ്, നമുക്കിപ്പം ഈ ഒരു ഇൻവെൻഷൻ കൊണ്ട് നമുക്ക് അധികം പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിന്യൂ ചെയ്യില്ല, റിന്യൂവൽ ഫീ അടയ്ക്കില്ല. അങ്ങനെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേറ്റന്റ് ആ സമയത്ത് തന്നെ അബാൻഡൻഡ് ആവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അമെൻമെന്റ് ആണ് പേറ്റന്റ് റൂൾസിൽ വന്നിരിക്കുന്നത്. അതായത് എലിജിബിൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻഡിവിജ്വൽസിന്റെ അതേ ഫീസ് ആക്കാനുള്ള ഒരു പ്രൊപ്പോസലാണ് ഇപ്പം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇപ്പം നിങ്ങളുടെ ഇപ്പം GEC കോഴിക്കോടാണെങ്കിൽ ഇറ്റ്സ് എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻഡിവിജ്വൽസിന്റെ അതേ ഫീസ്, അതായത് 1750 രൂപ തന്നെ ആക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രാഫ്റ്റ് റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു റൂള് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ഓർ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും പോകുന്ന പേറ്റന്റുകളുടെ എല്ലാം ഫീസ് വളരെ കുറയും. ഇപ്പോഴത്തെ പ്രസന്റ് ഫീസ് 8800 എന്നുള്ളത് മാറി 1750 ആവും. അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അതിന്റെ ഒഫീഷ്യൽ ഫീ, പേറ്റന്റ് ഓഫീസിൽ അടയ്ക്കേണ്ട ഫീസിൽ കുറവ് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പേറ്റന്റിന്റെ കാലാവധി ഞാൻ പറഞ്ഞു 20 വർഷമാണ് പേറ്റന്റിന്റെ കാലാവധി. എന്നുതൊട്ടാണ്? ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് പേറ്റന്റ്. നമുക്ക് പേറ്റന്റ് കിട്ടിയതിന് ശേഷമല്ല, എന്നാണോ പേറ്റന്റ് ഫയൽ ചെയ്യുന്നത് ആ ഡേറ്റ് തൊട്ടാണ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രൊവിഷണലാണ് ആദ്യം ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ തീയതി തൊട്ട് തന്നെ നമുക്ക് നമ്മളുടെ ടേം സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അവിടെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും.
ഇനി പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഇതൊരു സംതിങ് കോൾഡ് എ വേൾഡ് പേറ്റന്റ് ഓർ ആൻ ഇന്റർനാഷണൽ പേറ്റന്റ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേറ്റന്റ്സ് എപ്പോഴും ടെറിട്ടോറിയൽ ആണ്, അതാത് രാജ്യങ്ങളാണ് അവിടെ പേറ്റന്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതായത് ഒരു ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിനെ PCT ആപ്ലിക്കേഷൻ എന്ന് പറയും. അതായത് PCT ആപ്ലിക്കേഷൻ ആണ്, അതൊരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഇന്ത്യൻ പേറ്റന്റ് ഫയൽ ചെയ്തിട്ട് പിന്നെ ഒരു വർഷത്തിനുള്ളിൽ PCT ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ മതി. ഒറ്റ ഫയലിംഗ് കൊണ്ട് തന്നെ 152 കൺട്രീസിൽ നമുക്ക് അതിന്റെ പ്രയോറിറ്റി കിട്ടും. എന്നിട്ട് നമുക്ക് ഏതൊക്കെ കൺട്രിയിലാണോ നമുക്ക് വേണ്ടത് ആ കൺട്രിയിൽ സെപ്പറേറ്റ് ആയിട്ട് പോയി പേറ്റന്റ് ഫയൽ ചെയ്യാം. ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരില്ല. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം ഓപ്റ്റ് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഈ PCT ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഒരുപാട് മിത്സ് ഉണ്ട് പേറ്റന്റിനെ കുറിച്ചിട്ട്. പിന്നെ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പേറ്റന്റിയെ ആണ് പേറ്റന്റ് കിട്ടുന്ന ആളിനെയാണ് പേറ്റന്റി എന്ന് പറയുന്നത്. അപ്പോൾ പേറ്റന്റിയുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് തന്നെ റിന്യൂവൽ ഫീ അടയ്ക്കുക, ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങാൻ പാടില്ല. നമ്മളുടെ ഇൻവെൻഷൻ നമ്മളത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പീരിയോഡിക് റിപ്പോർട്ട് നമ്മൾ പേറ്റന്റ് ഓഫീസിന് കൊടുക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. പിന്നെ പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എങ്ങും പബ്ലിഷ് ചെയ്യാൻ പാടില്ല, എങ്ങും യൂസ് ചെയ്യാനും പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഫുൾ ഡെവലപ്മെന്റ്. നമുക്കൊരു പ്രൊഫഷണൽ പേറ്റന്റ് ഫയൽ ചെയ്യാം, ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രൊഫഷണൽ പേറ്റന്റിലേക്ക് പോകാം, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പേറ്റന്റ് ഫയൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ടത്. സോ ഇത് ഞാൻ പേറ്റന്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് പേറ്റന്റ്. അതുകൊണ്ടാണ് പേറ്റന്റ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനി ബാക്കിയുള്ളത് ജസ്റ്റ് എന്താണ് എന്ന് മാത്രം പറഞ്ഞിട്ട് പോകാം. രണ്ടാമത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് കോപ്പി റൈറ്റ്. നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പേറ്റന്റ് എന്ന് പറയുന്നത് ഇൻവെൻഷനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതേസമയം കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വർക്ക്സ്, അതായത് ലിറ്റററി, ആർട്ടിസ്റ്റിക്, ഡ്രാമാറ്റിക് വർക്ക്സിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. സിനിമാറ്റോഗ്രാഫിക് ഫിലിംസ്, ബുക്സ്, നോവൽസ്, സ്റ്റോറീസ്, പെയിന്റിങ്സ്, ഡ്രോയിങ്സ്, അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ് ലഭിക്കുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടർ പ്രോഗ്രാം പെർസെ, അതായത് നമ്മൾ എഴുതുന്ന ഒരു സോഴ്സ് കോഡ് ആസച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി റൈറ്റ് ചെയ്യാൻ പറ്റും, പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല. കോപ്പി റൈറ്റ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ് ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഐഡിയയെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു അതിനാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു പോയമായിട്ട് എഴുതുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് എഴുതുന്നു, ഒരു ടാഞ്ചിബിൾ മീഡിയത്തിൽ നിങ്ങളത് എഴുതുന്നു, ആ എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസിനെയാണ് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുന്നത്. അതൊരു ബണ്ടിൽ ഓഫ് റൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ബുക്ക് എഴുതി അതിന് കോപ്പി റൈറ്റ് കിട്ടിയാൽ ആ ബുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് നിങ്ങൾക്കായിരിക്കും. അതുപോലെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്, പബ്ലിക് പെർഫോമൻസ്, റൈറ്റ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ്, ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് നമുക്ക് കോപ്പി റൈറ്റ് വഴി നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കോപ്പി റൈറ്റിനകത്ത് വരുന്നതാണ്. അതായത് ബുക്സ്, പെയിന്റിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, മ്യൂസിക്കൽ വർക്ക്സ്, ഡ്രോയിങ്സ്, ആർക്കിടെക്ചറൽ വർക്ക്സ്, ഇതെല്ലാം കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി കോപ്പി റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റററി വർക്ക് ആണെങ്കിൽ ആരാണ് ഓതർ, അതായത് ആരാണ് ഓണർ ഓഫ് ദ കോപ്പി റൈറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു ലിറ്റററി വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആരാണോ ആ വർക്ക് എഴുതിയത് അദ്ദേഹമായിരിക്കും അതിന്റെ ഓതർ എന്ന് പറയുന്നത്. ഇനി ഒരു മ്യൂസിക്കൽ വർക്ക് ആണെങ്കിലോ അത് കമ്പോസർ ആണ്, അത് സിംഗർ ആയിരിക്കില്ല. അത് കമ്പോസ് ചെയ്ത ആരാണോ കമ്പോസർ ആയിരിക്കും അതിന്റെ ഓതർ എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിക് വർക്ക് ആണെങ്കിൽ ആർട്ടിസ്റ്റ് ആയിരിക്കും. അത് കണക്ക് സിനിമാറ്റോഗ്രാഫിക് ഫിലിം ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർ ആണ്, നോട്ട് ദ ഡയറക്ടർ. അതായത് അതിനു വേണ്ടി പണം മുടക്കി പ്രൊഡ്യൂസർ ആയിരിക്കും ഒരു സിനിമാറ്റോഗ്രാഫിക് ഫിലിമിന്റെ കോപ്പിറൈറ്റ് ഓണർ എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷന്റെ വാലിഡിറ്റി നോർമലി 60 years ആണ്, 60 വർഷമാണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു ലിറ്റററി വർക്കാണ്, അതായത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം ഓഫ് ദ ഓതർ പ്ലസ് 60 years ആയിരിക്കും. അതായത് ആ എഴുതിയ ഓതറിന്റെ എൻറ്റയർ ലൈഫ് ടൈമും കിട്ടും, പ്ലസ് 60 years അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിന് കിട്ടും. അപ്പം ഏറ്റവും ലോങ്സ്റ്റ് രീതിയിൽ പോകുന്ന ഒരു ലൈഫ് ടൈം ലൈക്ക് ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊട്ടക്ഷനാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. പേറ്റന്റ് ആണെങ്കിൽ 20 വർഷമേ ഉള്ളൂ. അതേസമയം കോപ്പിറൈറ്റ് ആണെങ്കിൽ ലൈഫ് ടൈം പ്ലസ് 60 years കിട്ടും. അതേസമയം സിനിമാറ്റോഗ്രാഫിക് ഫിലിം ആണെങ്കിൽ 60 years, ബ്രോഡ്കാസ്റ്റ് റൈറ്റ് ആണെങ്കിൽ 25 years. ഇത്രയാണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷന്റെ ടേം എന്ന് പറയുന്നത്. പിന്നെ കോപ്പിറൈറ്റിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിന്യൂവൽ ഫീ ഒന്നും ഇല്ല.
ആദ്യം അടയ്ക്കുന്ന ഫീസ് മാത്രം, രജിസ്ട്രേഷൻ ഫീസ് മാത്രം മതി, റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല, വൺ ടൈം ഫീ ആണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റൈറ്റ് ആണ്, പേറ്റന്റ് കണക്കല്ല. പേറ്റന്റ്, ഇന്ത്യൻ പേറ്റന്റ് ഇന്ത്യയിലായിരിക്കും വാലിഡ്, പക്ഷേ ഇന്ത്യൻ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി വാലിഡ് ആയിരിക്കും. അത് മറ്റൊരു ഡിഫറൻസ് ആണ്. ഇതാണ് അതിന്റെ ഫീ സ്ട്രക്ചർ. ഒരു ലിറ്റററി, ഡ്രാമാറ്റിക്, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക് വർക്ക് ആണെങ്കിൽ വെറും 500 റുപ്പീസേ ഉള്ളൂ അതിന്റെ രജിസ്ട്രേഷൻ ഫീ. വേറെ റിന്യൂവൽ ഫീ ഒന്നുമില്ല, ജസ്റ്റ് വൺ ടൈം ഫീ ആണ് വരുന്നത്. സിനിമാറ്റോഗ്രാഫിക് ഫിലിം ആണെങ്കിൽ 5000 റുപ്പീസ്, സൗണ്ട് റെക്കോർഡിംഗ് ആണെങ്കിൽ 2000. ഇത്രയുമാണ് കോപ്പിറൈറ്റ് രജിസ്ട്രേഷന്റെ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല. പേറ്റന്റ് മാൻഡേറ്ററി ആണ്, പക്ഷെ കോപ്പിറൈറ്റ് മാൻഡേറ്ററി അല്ല. നമ്മളിപ്പോൾ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ നമുക്ക് അതിന്റെ കോപ്പിറൈറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത് ആസ് പെർ കോപ്പിറൈറ്റ് ആക്ട്. പക്ഷേ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്, കാര്യം ഫീസ് വളരെ കുറവാണ്, പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ്, വിത്തിൻ 3 to 4 months നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ എപ്പോഴും നല്ലത് സർട്ടിഫൈ ചെയ്ത് വെക്കുന്ന, രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അത്രയുമാണ് കോപ്പിറൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത IP ഫോമാണ് ട്രേഡ് മാർക്ക്. അത് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് ട്രേഡ് മാർക്ക് അഥവാ ബ്രാൻഡ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഓരോ കമ്പനീസും അവരുടെ പ്രോഡക്ട്സും അവരുടെ സർവീസസും മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള കുറച്ച് സൈനുകൾ, സിമ്പലുകൾ അവരുടെ പ്രോഡക്ട്സിൽ അവർ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അത് ബേസിക്കലി ബ്രാൻഡ് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ സോഴ്സ്, ആ ഒരു പ്രോഡക്റ്റിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഒറിജിൻ എവിടെ നിന്നാണ് ആ പ്രോഡക്റ്റ് വരുന്നത്, ഏത് കമ്പനിയിൽ നിന്നാണ് ആ പ്രോഡക്റ്റ് വരുന്നതെന്ന് അറിയിക്കുക എന്നുള്ളതാണ് മേജർ ഫങ്ഷൻ തന്നെ ട്രേഡ് മാർക്കിന്റെ. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ഓരോ ട്രേഡ് മാർക്കുകളാണ്. അതായത് ആ ഒരു സിമ്പൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ പ്രോഡക്റ്റ് ഏത് കമ്പനിയുടേതാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി എ വേർഡ് മാർക്ക്, ഇപ്പോൾ ഫോർഡ്, ടൊയോട്ട അതുപോലുള്ള വേർഡ് മാർക്ക് ആകാം, അബ്രിവേഷൻ ആകാം, നമ്പേഴ്സ് ആകാം, ലെറ്റേഴ്സ് ആകാം, സ്ലോഗൻ, സൗണ്ട്, ഈവൻ സ്മെല്ല്. അതായത് ഏതൊക്കെ വഴിയാണോ, ഇപ്പൊ നമ്മൾ സൗണ്ട് വഴി നമുക്കൊരു പ്രോഡക്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സൗണ്ടിനെയും നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയ ഫോണിന്റെ ആ ഒരു ടോൺ എന്ന് പറയുന്നത്, സോ അതൊരു സൗണ്ട് മാർക്കാണ്. ഓക്കെ, അതേപോലെ സ്ലോഗൻസ് ഉണ്ട്, ഒരുപാട് സ്ലോഗൻസ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് സ്ലോഗൻസ്. ദെൻ സ്മെൽ മാർക്ക് ഉണ്ട്. സ്മെൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എസ്പെഷ്യലി ഒരു പെർഫ്യൂം നമുക്ക് സ്മെല്ല് വഴി നമുക്ക് ഇന്ന പെർഫ്യൂം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കതിന് സ്മെൽ മാർക്ക് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് മാർക്കുകൾ ഉണ്ട്. സർവീസ് മാർക്ക്, ലൈക്ക് നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ റെയിൽവേ, അങ്ങനത്തെ സർവീസുകൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാർക്കിനെയാണ് സർവീസ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ സർട്ടിഫിക്കേഷൻ മാർക്സ് ഉണ്ട്, ISI മാർക്ക്, ആക് മാർക്ക്, ഹോൾ മാർക്ക് എന്നൊക്കെ പറയുന്നത്, അതെല്ലാം സർട്ടിഫിക്കേഷൻ മാർക്സ് ആണ്. ദെൻ കളക്റ്റീവ് മാർക്സ്, അതായത് ഒരു പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്നവർ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ഈ ഒരു സിമ്പൽ ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ഡോക്ടേഴ്സിന്റെ സിമ്പലാണ്. സോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈസ് എ ഡോക്ടർ. അപ്പം പ്രൊഫഷൻ വൈസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാർക്കിനെയാണ് കളക്റ്റീവ് മാർക്ക്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എഞ്ചിനീയേഴ്സ് അതുപോലെ രീതിയിൽ പ്രൊഫഷനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കളക്റ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് അതിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4500 ആണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത് ഫിസിക്കൽ ഫയലിംഗ് ഉണ്ട്, ഇ ഫയലിംഗ് ഉണ്ട്. ഇനിഷ്യലി പ്രൊട്ടക്ഷൻ 10 ഇയേഴ്സിലേക്കായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ഓരോ 10 വർഷം കഴിയുമ്പോൾ റിന്യൂവൽ ഫീ അടച്ച് നമുക്ക് 10 വർഷം നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും കമ്പനീസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്താൽ, ഒരു ലോഗോ ഡിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോം ഈസ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ. വേറെ ഒന്നുമില്ല, ഇപ്പൊ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്, അതൊരു ന്യൂ ആണ്, ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന ഒരു പ്രൊട്ടക്ഷനെയാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതിന് വേറെ ഫങ്ഷനാലിറ്റി ഒന്നും കാണില്ല. ആ കാണാനുള്ള ഒരു ഭംഗി, ആ ഒരു ഷേപ്പ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഗറേഷൻ, ഒരു പാറ്റേൺ, അത് ഡിഫറെന്റ് ആണ്, അത് ന്യൂ ആണ്, അത് ഒറിജിനൽ ആണ്, അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ എ ഇൻഡസ്ട്രിയൽ ഡിസൈൻ പ്രൊട്ടക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ തന്നെ മാറും അതിന്റെ ഡിസൈന് ബേസ് ചെയ്തിട്ട്. അപ്പം എല്ലാ കമ്പനീസും, അതായത് മൊബൈൽ കമ്പനീസ്,
ദെൻ ലാപ്ടോപ്സ്, അങ്ങനത്തെ എല്ലാ പ്രോഡക്ട്സിനും ഇൻഡസ്ട്രിയൽ ഡിസൈൻ പ്രൊട്ടക്ഷൻ അവർ ചെയ്യാറുണ്ട്. എല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. എസ്പെഷ്യലി ഓർണമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. നമ്മളെല്ലാം അതിന്റെ ഡിസൈൻ നോക്കിയാണ് ശരിക്കും നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഡസ്ട്രിയൽ ഡിസൈൻ വഴി പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതാണ്. വെഹിക്കിൾസ് ആകാം, ഈ കാർപ്പറ്റ്സ്, നമ്മളുടെ മൊബൈൽ ഫോൺസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസൈൻ വഴി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓൺലി തിങ് ഈസ് ദാറ്റ് ജസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഒന്നും കാണാൻ പാടില്ല, ജസ്റ്റ് ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ വരുന്ന യുണീക്നെസ് that can be protected under industrial design. അതിന്റെ പ്രൊട്ടക്ഷൻ ഇനിഷ്യലി 10 വർഷവും 5 വർഷത്തേക്ക് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. സോ മാക്സിമം 15 ഇയേഴ്സ് നമുക്കിത് അതിന്റെ പ്രൊട്ടക്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. 1000 റുപ്പീസേ ഉള്ള ഫീസ്, വളരെ ചീപ്പുമാണ് ഫീസ്. നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ കമ്മിങ് ടു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ GI എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന പ്രോഡക്റ്റിന് ഒരു യുണീക്നെസ്, ഒരു റെപ്യൂട്ടേഷൻ, ഒരു യുണീക് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അത് പ്രോഡക്റ്റിന് മാത്രം കിട്ടുന്നതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും വരുന്ന പ്രോഡക്റ്റിന് കിട്ടുന്ന ഒരു യുണീക്നെസ്സും അതിന്റെ റെപ്യൂട്ടേഷനും കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ദ ഒറിജിൻ ഓഫ് ഗുഡ്സ് ആണ്. ഇതെല്ലാമാണ് എക്സാമ്പിൾ. ഡാർജിലിംഗ് ടീ, കാഞ്ചീപുരം സാരി, അൽഫോൺസ മാംഗോ, ആറന്മുള കണ്ണാടി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് GI രജിസ്റ്റേർഡ് ആയിട്ടുള്ള. അതായത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ പ്രോഡക്റ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് അതിന്റെ പർപ്പസ്. GI എന്ന് പറയുന്നത് ഇപ്പൊ നവര റൈസ് എന്ന് പറയുന്നത് പാലക്കാടൻ ഏരിയയില്, അല്ലെങ്കിൽ പാലക്കാടൻ മട്ട റൈസ് എന്ന് പറയുന്നത് ആ ഏരിയയില് ഒരു കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്ക് മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞ രീതിയിൽ സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു റൈറ്റ് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വഴി കിട്ടുന്നത്. ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർജിലിംഗിൽ നിന്നും വരുന്നതിനെയാണ് ഡാർജിലിംഗ് ടീ എന്ന് പറയുന്നത്, ഒറിജിനൽ ഡാർജിലിംഗ് ടീ എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു 10-30 പ്രോഡക്ട്സ് നമുക്ക് ഓൾറെഡി GI രജിസ്റ്റേർഡ് ആയിട്ട് വരുന്നതുണ്ട്. ഫീസ് 5000 റുപ്പീസ്. അത് ട്രേഡ് മാർക്ക് പോലെ തന്നെയാണ്. ഇനിഷ്യലി 10 വർഷവും പിന്നെ നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് റിന്യൂവൽ ഫീ അടച്ച് റിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ദെൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു എന്നാൽ IPRന്റെ ഒരു ഫോമിൽ വരുന്നതാണ് സെമി കണ്ടക്ടർ IC ലേഔട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനകത്ത് വരുന്ന കമ്പോണൻസിന്റെ ലേഔട്ട്, അതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അത് ഒറിജിനലും ഡിസ്റ്റിങ്റ്റീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് IC ലേഔട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. പക്ഷെ അത്ര ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല ഇതിന്. അത്രയും രജിസ്ട്രേഷൻസും ഇതിനകത്ത് നടക്കാൻ ഇല്ല. പക്ഷെ അങ്ങനത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലേഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് IC ലേഔട്ട് ഡിസൈൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. ഫൈനലി കംസ് ടു ട്രേഡ് സീക്രട്ട്. ഈ 7th ഫോം ഓഫ് IPR എന്ന് പറയാം. അതായത് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊക്കോകോളയുടെ കാര്യമാണ്. അതായത് ചില കമ്പനീസ് അവരുടെ ബിസിനസ് ഐഡിയാസ്, ബിസിനസ് ഇൻഫർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സീക്രട്ട് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കൊരു ഇൻവെൻഷൻ ഉണ്ടെങ്കിൽ അതിന് പേറ്റന്റ് കിട്ടണമെങ്കിൽ നമ്മളത് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്താലേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് പേറ്റന്റ് ലഭിക്കുകയുള്ളൂ. അതേസമയം നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാൻ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വി ക്യാൻ കീപ് ഇറ്റ് ആസ് എ ട്രേഡ് സീക്രട്ട്. അപ്പോൾ കൊക്കോകോള അവർ ചെയ്തത് അവരുടെ റെസിപ്പി അവരത് ഒരു ട്രേഡ് സീക്രട്ട് ആയിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല, എങ്ങും രജിസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം കൊക്കോകോള എന്ന് പറയുന്നത് അവർ ആ കമ്പനി സ്വന്തമായിട്ട് അത് സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. എത്ര നാൾ അവർക്ക് അത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും നാൾ അവർക്ക് അത് പ്രൊട്ടക്ഷൻ എൻജോയ് ചെയ്യാം. പക്ഷെ ഒരിക്കൽ അതിന്റെ സീക്രട്ട് ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രൊട്ടക്ഷൻ കാണത്തില്ല. അതാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. അതായത് പല സമയത്തും നമ്മളിത് പ്രിഫർ ചെയ്യും. അതായത് ഇൻവെൻഷൻ പേറ്റന്റബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. പിന്നെ പേറ്റന്റ് പ്രൊട്ടക്ഷൻ 20 വർഷമേ ഉള്ളൂ. പക്ഷേ ട്രേഡ് സീക്രട്ട് എത്ര നാൾ സീക്രട്ട് ആയിട്ട് വെക്കുന്നു അത്രയും നാൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പ്രൊട്ടക്ഷൻ. പിന്നെ പേറ്റന്റ് ഫയലിങ്ങിന് ഫീസ് കൊടുക്കണം. ഇതാകുമ്പോൾ ഫീസ് ഒന്നും ഇല്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്താൽ മതിയാവും. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി കൊണ്ടുവരാൻ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ട്രേഡ് സീക്രട്ട് ആയിട്ട് കൊണ്ടുവരാം. അത് കൊക്കോകോള മാത്രമല്ല, KFC, കാഡ്ബറി, ഡയറി മിൽക്ക്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് അവർ ട്രേഡ് സീക്രട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, സീക്രട്ട് ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇത്രയാണ് 7 ഫോംസ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പേറ്റന്റ് മുതൽ ട്രേഡ് സീക്രട്ട് വരെ നമ്മൾ നോക്കിയായിരുന്നു. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെയാണ്. അതായത് ഇപ്പം ഇതൊരു പെൻ ആണ്.
ഒരു യുണീക്ക് പെൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ പ്രോഡക്റ്റിന് ഒറ്റ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ളതല്ല, നമുക്ക് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് IP നമുക്ക് കൊണ്ടുവരാൻ പറ്റും. IP പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒറ്റ പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷെ മൾട്ടിപ്പിൾ IPRs നമുക്ക് കൊണ്ടുവരാം. അതായത് ഈ പെന്നിൽ തന്നെ നമുക്ക് അതിന്റെ ടെക്നോളജി അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലോ മെക്കാനിസം ഉണ്ടല്ലോ, അതിന് നമുക്ക് പേറ്റന്റ് വഴി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ദെൻ ആ പെന്നിന്റെ ഷേപ്പ് അത് യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇൻഡസ്ട്രിയൽ ഡിസൈൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാം. പിന്നെ ഇഫ് ഇറ്റ് ഈസ് എ പാർക്കർ പെൻ ഓർ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേനയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് നെയിം ക്യാൻ ബി ട്രേഡ് മാർക്ക്ഡ്. ഓക്കെ, അപ്പം സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷേ ഇറ്റ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഡിസൈൻസ് ആൻഡ് അതർ ഫോംസ് ഓഫ് IP ഓൾസോ. സിമിലർലി ഈ പ്രഷർ കുക്കറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ടെക്നോളജീസ് എല്ലാം പേറ്റന്റ് വഴി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഷേപ്പ് യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ ബ്രാൻഡ് നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് അതിനകത്തുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോപ്പിറൈറ്റും ചെയ്യാൻ പറ്റും. അപ്പം ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഒറ്റ പ്രോഡക്റ്റിന് ഒറ്റ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റേ ഉള്ളെന്നുള്ളത് വിചാരിക്കരുത്. മൾട്ടിപ്പിൾ IPs നമുക്ക് പോസിബിൾ ആണ്. ഇനി ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള 2 സ്ലൈഡാണ്. സാറ് ആദ്യമേ പറഞ്ഞിരുന്നു നമ്മളുടെ സെന്ററിനെ കുറിച്ചിട്ട്. നേരത്തെ അതിന്റെ പേര് പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻഫർമേഷൻ സെന്റർ കേരള എന്നാക്കിയിട്ടുണ്ട്. അതായത് കേരള സ്റ്റേറ്റിന്റെ നോഡൽ ഏജൻസിയാണ്. IPR റിലേറ്റഡ് മാറ്റേഴ്സിലും സർവീസസിനും ബേസ് ചെയ്തുകൊണ്ടുള്ള നോഡൽ ഏജൻസി, കേരള സ്റ്റേറ്റിന്റെ തന്നെ നോഡൽ ഏജൻസിയാണ് IPRIC എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഹൗസ് ആയിട്ടുള്ള പേറ്റന്റ് സെർച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പേറ്റന്റ് സെർച്ച് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് പേറ്റന്റ് സെർച്ച് ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. ഞങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതിനകത്ത് ഇൻവെൻഷന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് തന്നാൽ ഞങ്ങൾ പേറ്റന്റ് സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കും അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. സോ ആ സർവീസ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രേഡ് മാർക്ക്, നിങ്ങളൊരു പേര് കണ്ട് ഒരു പേരിട്ടിട്ട് അതിന് ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആ സെർച്ചും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേറ്റന്റ് ഫയലിംഗ് ആയാലും കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ലീഗൽ അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് KCSTക്ക് അല്ലെങ്കിൽ IPRICന് ഒഫീഷ്യൽ ആയിട്ടുള്ള പേറ്റന്റ് അറ്റോർണി ഉണ്ട്. അവർ വഴി നമ്മൾ പേറ്റന്റ് ഫയലിങ്ങും കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫോർ ഓർഗനൈസിങ് IPR അവയർനെസ് സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ്. ഇതിപ്പോൾ നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ വെബിനാർസ് ആയതുകൊണ്ട് നമ്മളത് ഇപ്പം ആക്റ്റീവ് അല്ല, പക്ഷേ നമ്മളൊരു നോർമൽ രീതിയിൽ നമ്മൾ സെമിനാർസ്, വർക്ക്ഷോപ്സ്, കോൺഫറൻസ് ഒക്കെ IPRൽ നടത്താനായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി പൂർ ആയിട്ടുള്ള ഇന്നോവേറ്റേഴ്സിന്റെ പേറ്റന്റ് ഫയലിങ്ങിനായിട്ടുള്ള ടെക്നിക്കൽ, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടും നമ്മളുടെ സ്കീംസ് വഴി കൊടുക്കാറുണ്ട്. അപ്പം ഇതുവരെ നമ്മളൊരു മോർ ദാൻ 450 പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. മോർ ദാൻ 1000 പേറ്റൻസ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. മോർ ദാൻ 100 പേറ്റൻസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അതിൽ 13 ഓൾറെഡി ഗ്രാൻഡ് ചെയ്തു. നമ്മളൊരു 23 IPR സെൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസ്, കോളേജസ് ആൻഡ് ഇൻഡസ്ട്രീസ് സെന്റർ. നിങ്ങളുടെ കോളേജിലും IPR സെല്ലുണ്ട്. അതിന്റെ കോർഡിനേറ്ററാണ് സജീവ് സാറ്. അപ്പം IPR സെല്ലിന്റെ ലേബലിലാണ് ഈ ഒരു ആക്ടിവിറ്റി നടത്തുന്നത്. അപ്പം കൂടുതൽ രീതിയിലേക്ക് IPR പ്രൊമോട്ട് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറേ പബ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ബ്രോഷേഴ്സ്, ബുക്ക്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബുക്ക്ലെറ്റ്സ് എല്ലാം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വറീസോ എന്തെങ്കിലും സർവീസസോ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ഇമെയിൽ ID iprickerala@gmail.com അല്ലെങ്കിൽ ipric.kcstate.kerala.gov.in. നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കാം. എന്ത് IP റിലേറ്റഡ് ആയാലും, പേറ്റന്റ് മാത്രമല്ല, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സർവീസിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വെബ്സൈറ്റ് ഇതാണ്, ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം വെബ്സൈറ്റിലുണ്ട്. സോ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി പ്രൊവൈഡിങ് ഓൾ ദ നെസസറി സപ്പോർട്ട് ആൻഡ് സർവീസസ് ടു യു. ഇത്രയുമാണ് ജസ്റ്റ് ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് IPRനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. സോ വിൽ ബി പ്രൊവൈഡിങ് ഓൾ ദ സപ്പോർട്ട്, എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ. സാറ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പേറ്റൻസ് ഒന്നും അവിടെ നിന്ന് അധികം വരുന്നില്ല, പേറ്റന്റ് സെർച്ചിന് പോലും അധികം വരുന്നില്ല. സോ നമ്മൾ ഈ ഒരു സെഷന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അറ്റ്ലീസ്റ്റ് സം ആപ്ലിക്കേഷൻസ്, പേറ്റന്റ് സെർച്ചിനുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ IPR സെല്ല് വഴി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് അതിനകത്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ഫയലിംഗ് ദ പേറ്റന്റ് ഓൾസോ.
So thank you very much for your patient hearing. Thank you. ഓക്കെ സർ, താങ്ക് യു. സോ ഇനി ഈ ടോപ്പിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ആക്കി ചോദിക്കാം. ഡൗട്ട്സ് ഒന്നും ഇല്ലായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്, കാരണം സർ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻ കേസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ആക്കാം. ഹലോ സാർ. പറയൂ സാർ, ഞങ്ങളൊരു ടീമിൽ ഒരു ഐഡിയ ഉണ്ട്. ജസ്റ്റ് ഐഡിയ സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. ആ ഐഡിയ സ്റ്റേജ് ഇനി ബാക്കി ഫണ്ടേഴ്സിനെയും അതുപോലെ ഓരോ ഗവൺമെന്റ് സ്കീമൊക്കെ വെച്ചിട്ട് ഫണ്ടും കാര്യങ്ങളും കിട്ടാനുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പൊ ഞങ്ങൾ. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഇത് എന്താ പറയാ, കുറെ ഗവൺമെന്റിന്റെ എന്താ പറയാ സ്കീം ഉണ്ടാവില്ല, ഫണ്ട് കിട്ടണേ, അതിലും അപ്ലൈ ചെയ്യണ്ടേ. അങ്ങനെ കുറെ സ്കീമിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് ഇത് പാറ്റന്റോ കാര്യങ്ങളോ ഒന്നിനും ഞങ്ങൾ അപ്ലൈ ചെയ്തില്ല. കാരണം ഒരു ഐഡിയ ആണ്. ഈ ഐഡിയ ഞങ്ങളിപ്പം എന്താ പറയാ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ബാക്കി ടീം എന്താ പറയാ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ ഒരു നല്ലൊരു കാര്യമാണോ പാറ്റന്റ് ഇല്ലാതെ? അല്ല, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് അത് പേറ്റന്റബിൾ ആണോ എന്നുള്ളത്. അപ്പം നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് നിങ്ങൾ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം. സോ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു പേറ്റന്റ് സെർച്ച് ചെയ്ത് അത് പേറ്റന്റബിൾ ആണോ, പേറ്റന്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അങ്ങനെ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ പേറ്റന്റ് ഫയൽ ചെയ്യുക. കാര്യം നമ്മളിപ്പോൾ ഫയൽ ചെയ്യാതെ പോയിട്ട് നമ്മൾ ഫണ്ടിങ് ഏജൻസീസിലെല്ലാം പോയി നമ്മൾ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പേറ്റന്റ് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പേറ്റന്റ് സെർച്ച് ഒന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഗൂഗിൾ പേറ്റന്റ്സിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ആ ഒരു ഐഡിയയിൽ എന്തെങ്കിലും പേറ്റന്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഡിഫറെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊവിഷണൽ പേറ്റന്റ് ഫയൽ ചെയ്യുക. ഫയൽ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോകുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് വെറുതെ ആയിപ്പോകും. അതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞതുപോലെ പേറ്റന്റ് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെൻഷന്റെ ഐഡിയ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിട്ട് അറിയിക്കാം അതിന്റെ ചാൻസ് എന്താണെന്നുള്ളത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. സർ, കമന്റ് സെക്ഷനിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. Is it possible to transfer IPR from company to client? അല്ല, ഏത് രീതിയിലായാലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പേറ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് പേറ്റന്റ് മാത്രമല്ല, ഏതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയാലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു ഇൻവെൻഷൻ നടത്തി അതിനെനിക്ക് പേറ്റന്റ് കിട്ടി, പക്ഷെ എനിക്കത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് എനിക്കില്ലെങ്കിൽ ഐ ക്യാൻ ലൈസൻസ് ഇറ്റ് ടു എ കമ്പനി. എനിക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റും ഒരു കമ്പനിക്ക്. സോ അവരത് ചെയ്യാം, അവരത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് മാർക്കറ്റ് ലെവലിലേക്ക് അവർ കൊണ്ടുവരും. അതിന് പകരം എനിക്ക് അതിന്റെ റോയൽറ്റി കിട്ടും. സോ ആ രീതിയിലേക്ക് നമുക്ക് ലൈസൻസിങ് നമുക്ക് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ സെല് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സെൽ ദാറ്റ് പേറ്റന്റ് ടു എ കമ്പനി. ദെൻ ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ദ ഓണർ ഓഫ് ദാറ്റ് പേറ്റന്റ്. അപ്പം ആ ഒരു പോസിബിലിറ്റിയും ഉണ്ട്. നമുക്ക് സെല് ചെയ്യാനും പറ്റും, ഈവൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. സോ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, വോട്ട് ഓഫ് താങ്ക്സ് പറയാനായി റാഷിദ് സാറിനെ ക്ഷണിക്കുന്നു. റാഷിദ് സർ, പ്ലീസ്. ബഹുമാനപ്പെട്ട ഷഫീഖ് സർ, അതുപോലെ കോളേജിലെ IPR സെല്ലിന്റെ കോർഡിനേറ്റർ സജീബ് സർ, EI എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ എഞ്ചിനീയറിംഗ് എന്ന സെല്ലിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല രീതിയിലുള്ള, വളരെ ബേസിക് ലെവലിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടും
ക്ലാരിറ്റി ഉള്ള ഒരു സെഷനാണ് രതീഷ് സാർ നമുക്ക് നൽകിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ പ്രയോജനപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ലെവലിൽ പലപ്പോഴും ഐഡിയാസ് പലതും വരാറുണ്ട്, എങ്കിലും പാറ്റന്റബിൾ ആണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ ഒരു നല്ലൊരു ക്ലാരിറ്റി സാറ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും കോളേജിലെ EI സെല്ലിന്റെ പേരിലും സാർക്ക് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ സാറ് നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലുണ്ടാകും. പാറ്റന്റബിലിറ്റി എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും പാറ്റന്റബിൾ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ട് കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള നോവൽറ്റി ഉള്ള വർക്കുകൾ കൂടുതൽ ഉണ്ടാവാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അതുപോലെ ഇപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിയാതെ പോയ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് സാർ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉള്ള ആൻഡ് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഇന്നിവിടെ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു ഇത്. സോ ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത നമ്മളോട് കൂടെ ഇന്ററാക്ട് ചെയ്ത സെഫിക് സാറിന് എൻ്റെ പേരിലും EI സെൽ GCKയുടെ പേരിലും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഇന്ന് ഈ മീറ്റിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.